മഹത്തായ ഗാൻജറ്റിക് സിവിലൈസേഷൻ നമ്മൾ കാണുന്ന സനാതന ധർമ്മ സംസ്കാരം ഉണ്ടായത് ആ വലിയ പ്രയത്നം കാരണമാണ്. അപ്പോൾ മത്സ്യാവതാരവും മനുവും അതോടൊപ്പമുള്ള ഭാഗീരഥനും നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ വളരെ കൃത്യമായി എന്താണ് ഭാഗം നമ്മളോട് പറയുന്നത്? നമ്മൾ വെള്ളത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് പോയിരിക്കണം. അവരുടെ കിണറ്റിലെ വെള്ളം സൂക്ഷിച്ചിരിക്കണം. അത് പൊട്ടക്കിണറാക്കിയാൽ കുട്ടികൾ അതിനകത്ത് വീണ് ചത്തുപോകും. ട്യൂബ്വെൽ ഉണ്ടാക്കി കുറച്ചു കാലം വെള്ളം ഉപയോഗിച്ച് വെച്ച് ട്യൂബ്വെല്ലങ്ങ് അബാൻഡൻ ചെയ്തു. എല്ലാ വർഷവും 10-30 കുട്ടികൾ ഈ ഉപേക്ഷിച്ച ട്യൂബ്വെല്ലിൻ്റെ കുഴലിനകത്ത് വീണിട്ട് 100-200 അടി താഴെ ചെന്നിട്ട് ഡെഡ് ബോഡി പുറത്തിറക്കുന്നതിന് ഭയങ്കര പ്രയാസമാണ്. കുളങ്ങളും കായലുകളും ഒക്കെ നശിപ്പിച്ച് വല്ലാത്ത പരുവാക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ക്ഷേത്രത്തിനപ്പുറത്തൊരു കുളം കണ്ടിയാണ്, ശുദ്ധജല ആകേണ്ട ഒരു കുളമാണ്. അതിന് നിറം കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നുപോയി. അപ്പം നമ്മുടെ നാട്ടിൽ ശുദ്ധമായി ജലം സംരക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ്? ക്ഷേത്രക്കുളം നല്ല ശുദ്ധജലമായിരിക്കും. അല്ലാത്ത നമ്മുടെ വെള്ളത്തെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ആ ജലത്തിൽ നിന്നുണ്ടാകുന്ന അണുക്കളിലൂടെ പകർച്ചവ്യാധികൾ പിടിപെട്ട് മനുഷ്യരാശി നശിച്ചു പോകും. കോളറ ഉൾപ്പെടെ ടൈഫോയിഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നത് വെള്ളം ശുദ്ധമായി സൂക്ഷിക്കാൻ പറ്റാത്ത അവസരത്തിലാണ്. അപ്പോൾ ജലം എങ്ങനെ ശുദ്ധീകരിക്കണം, ജലം എങ്ങനെ ഉപയോഗിക്കണം നമ്മെ പഠിപ്പിക്കുകയാണ് മത്സ്യാവതാരം. പിന്നെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും, അവസാനം എന്ത് പറ്റും? നദികളെ നശിപ്പിക്കും. നദികൾ നശിക്കുകയാണ്. ഇപ്പോൾ അടുത്താൾ തുടങ്ങിയ പുസ്തകമുണ്ട്, ഗംഗാ ഈസ് ഡൈയിങ്, ഗംഗാ നദി മരിക്കുകയാണ് എന്നാണ്. ഇങ്ങനെ പോയാൽ ഒരു 50 കൊല്ലത്തിന് ഗംഗാ നദി വറ്റിപ്പോവും എന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. നശിച്ചു, മനുഷ്യൻ ഉപയോഗിക്കാൻ വേണ്ടി നശിച്ചു. അങ്ങനെ ആ ഭാഗീരഥ പ്രയത്നത്തിലൂടെ വെള്ളം വന്നിട്ട് യമുനയുമായി ചേർന്നു. അവിടെയാണ് ത്രിവേണി സംഗമം. പക്ഷെ ആ ത്രിവേണി സംഗമം 3 നദികൾ ചേർന്നതാണ്: ഗംഗ, യമുന, സരസ്വതി. സരസ്വതിയോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അമേരിക്കൻ സാറ്റലൈറ്റ്സ് 2004 ഇന്ത്യയിലെ ഭൂമിക്കടിയിലുള്ള വാട്ടർ സോഴ്സിനെ ചാർട്ട് ചെയ്തു. ചാർട്ട് ചെയ്തപ്പോൾ മനസ്സിലാവുന്നത് ഭൂമിക്കടിയിലൂടെ വാട്ടർ സോഴ്സ് നദി ഒഴുകി വന്ന് ത്രിവേണി സംഗമത്തിൽ ചേരുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഹിന്ദുക്കളുടെ ദിവാസ്വപ്നമല്ല, റിയലി ഒരു നദി മണ്ണിനടിയിലുണ്ടെന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ ത്രിവേണി സംഗമത്തിൽ ഞാൻ പോയി ആ ത്രിവേണി സംഗമത്തിന് അത്ഭുതം കണ്ടിട്ടുണ്ട്. അങ്ങനെ 12 കൊല്ലം കൂടുമ്പോൾ കാലാവസ്ഥയുടെ സൈക്കിൾ അനുസരിച്ച് 12 കൊല്ലം കഴിയുമ്പോൾ ആ ഗംഗാ നദിയുടെ വെള്ളത്തിനും അതിൻ്റെ വാട്ടർ കണ്ടന്റിനും വ്യത്യാസം വരും. അതാണ് കുംഭമേള എന്ന് പറയുന്നത്. അങ്ങനെ 12 കുംഭമേളകൾ ചേർന്ന് 144 വർഷമാകുമ്പോഴാണ് മഹാകുംഭമേള. അത് കാണാൻ കഴിയുന്നവന് മോക്ഷം കിട്ടുമെന്നാണ് ഹിന്ദുമതം പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ എൻ്റെയും ഭാഗ്യത്തിന് 144 വർഷം കൂടി വന്ന മഹാകുംഭമേളയാണ് കഴിഞ്ഞ മാസം അവിടെ നടന്നത്. പണ്ട് ത്രിവേണി പോയാൽ മാത്രമേ മഹാകുംഭമേള കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ടെലിവിഷനിലിരുന്ന് ആ മഹാകുംഭമേള മുഴുവൻ നമ്മൾ കണ്ടു. ടെലിവിഷനിൽ കണ്ടവന് മോശം കിട്ടത്തില്ല എന്ന് പുരാണത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ടെലിവിഷനിലെങ്കിലും അത് കണ്ട നമുക്കെല്ലാം മോക്ഷം കിട്ടിയിരിക്കുകയാണ്. ഈ സദസ്സിൽ, ഈ ഓഡിയൻസിൽ ആരും മോക്ഷം കിട്ടാത്തവരില്ല. മഹാകുംഭമേള കണ്ടു. 144 വർഷം കൂടിയിരിക്കുമ്പോൾ മഹാകുംഭമേള നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ത്രിവേണി സംഗമത്തിൽ വളരെ പങ്കായിട്ട് സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ത്രിവേണി സംഗമത്തെയാണ് വേദവ്യാസൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുരാണത്തിൽ പറയുന്നു, വിദ്യാലയങ്ങൾ ത്രിവേണി സംഗമങ്ങളായി മാറണം, സ്കൂളും കോളേജും ഒക്കെ ത്രിവേണി സംഗമങ്ങളാവണം. അതായത് അധ്യാപകനാകുന്ന ഗംഗയും വിദ്യാർത്ഥിയാകുന്ന യമുനയും ഒത്തുചേർന്നാൽ സ്കൂൾ ഉണ്ടാവില്ല. രക്ഷകർത്താവുന്ന സരസ്വതി വല്ലപ്പോഴുമെങ്കിലും ആ സ്കൂളിൽ പ്രസൻ്റ് ആയിരിക്കണം, എങ്കിലേ ഒരു വിദ്യാലയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മത്സ്യാവതാരവുമായി ബന്ധപ്പെട്ട, ഗംഗാനദിയുമായി ബന്ധപ്പെട്ട കഥ വേദവ്യാസൻ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ രക്ഷകർത്താവ് സരസ്വതിയായി അധ്യാപകനാകുന്ന ഗംഗയോടൊപ്പം വിദ്യാർത്ഥിയാകുന്ന യമുനോടൊപ്പം ചേർന്നെങ്കിലേ നമ്മുടെ കുട്ടി രക്ഷപ്പെടുള്ളൂ. അല്ലാതെ കുട്ടി കഞ്ചാവ് അടിച്ച് ഹെഡ് മാസ്റ്ററെ കുത്തുവിടാമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാലം ഉണ്ടാവാൻ പാടില്ല. മത്സ്യാവതാരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കഥ കൃത്യമായി മനസ്സിലാക്കണം. 2ാമത്തെ അവതാരം കൂർമാവതാരം, ആമയായി ജനിക്കുകയാണ്. എന്തിനാണ് ഈ ആമയായി ജനിച്ചത്? അത് വളരെ പ്രത്യേകതയുള്ളൊരു സംഭവമാണ്. ദുർവാസാവ് ശപിച്ചു. ദുർവാസാവ് പരമശിവന്റെ അവതാരമാണ്. ദുർവാസാവ് ശപിച്ച് ദേവന്മാർ പറഞ്ഞു, ജരയും നരയുള്ളവരായി പൊക്കട്ടെന്നോ. ജരയും നരയും ശാപം കിട്ടിയ ദേവന്മാർ രക്ഷപ്പെടാൻ എന്താ മാർഗമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ ശപിച്ച പരമശിവൻ, ദുർവാസാവിൻ്റെ രൂപത്തിൽ ശപിച്ച ആ പരമശിവൻ തന്നെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി വന്നു. പരമശിവനും വിഷ്ണുമകനും എല്ലാം കൂടി പാലാഴി മദനം നടത്തണം. പാലാഴി മദനം നടത്തണമെങ്കിൽ ഈ മന്ദരപർവ്വതം എവിടെങ്കിലും ഒരു
സ്റ്റേബിൾ പോയിന്റ് വേണ്ടേ കറക്കാൻ, വെറും മണ്ണി വെച്ച് കറക്കാൻ പറ്റുമോ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ആമയെ വന്ന് എൻ്റെ പുറത്ത് വെച്ചിട്ട് കറക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആമയുടെ പുറത്ത്, രണ്ടാമത്തെ അവതാരമാണ് ആമയുടെ പുറത്തോട്ട് ഈ മന്ദർപർവ്വതം വെച്ചു. അപ്പോൾ അന്ന് ഈ മലയാളികൾ കയറൊന്നും ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല, പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടില്ല. എന്താ വെച്ച് ചുറ്റും പരമേശ്വരൻ്റെ കഴുത്തിൽ കിടന്ന വാസുകി പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പാമ്പിനെ കൊണ്ടുവന്ന് ചുറ്റി മന്ദർപർവ്വതം കറക്കിയാണ് പാലാഴി മഥനം നടക്കുന്നത്. പാലാഴി മഥനം നടക്കുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുനിന്ന് കിട്ടിയത്? ഭാഗവതം വായിക്കണം. 70 സാധനമാണ് പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്നത്. നവരത്നങ്ങൾ 9 പൊങ്ങി വന്നത് പാലാഴി മഥനത്തിലാണ്. ലക്ഷ്മി ഭഗവതി പൊങ്ങി വന്നത് പാലാഴി മഥനത്തിലാണ്. 69 സാധനം പൊങ്ങി വന്ന ശേഷം 70ാമത് പൊങ്ങി വന്നു അമൃത്. മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ വിക്ടറിയാണ് മരണത്തെ അതിജീവിക്കുക. ആ മരണത്തെ അതിജീവിക്കാനുള്ള അമൃത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മനുഷ്യന് ആ മരണത്തെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായി. ഇപ്പോഴാണ് നമ്മൾ മരണത്തെ അതിജീവിക്കാൻ പഠിച്ചത്. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ക്രോമസോം എടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ആ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന സാധനം പിന്നെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുള്ള അടുത്ത ആൾ വരും. സെയിം ബോഡി, സെയിം ഐസ്, സെയിം ലൈഫ്. നമ്മുടെ ശരീരത്തിലെ ഇതാണ് ന്യൂക്ലിയസ് ആണ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് രണ്ടാമത് സ്ത്രീയുടെ ഗർഭപാത്രത്തിട്ട് പുറത്തു വന്നാൽ നമ്മുടെ എക്സാക്ട് ക്ലോൺ അടുത്ത ജന്മത്തിൽ വരും. ആ ജന്മം ഒരു 80 വയസ്സ് കഴിഞ്ഞ് വീണ്ടും അതിനകത്ത് ക്ലോൺ എടുത്താൽ നമ്മൾ വീണ്ടും 3ാമത് ജനിക്കും. നമ്മൾ മരണമില്ലാത്തവരായി മാറി. ഒരു 5 കൊല്ലം മുമ്പാണ് നമ്മൾ മരണമില്ലാത്തവരായി മാറിയത്. കോടികളുടെ ചിലവാകും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഈ അമൃത് കണ്ടെത്തി നമ്മളിപ്പോഴേ. അപ്പോൾ ഈ അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രയത്നം നടത്തിയേ പറ്റുള്ളൂ. പാലാഴി മഥനം. അപ്പോൾ നിങ്ങൾ ഭാഗവതം എടുത്ത് വെച്ചിട്ട് ആ പാലാഴി മഥനത്തോട് കിട്ടിയ 70 സാധനം എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് എടുത്ത് നോക്കണം. അപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. ആ പാലാഴി മഥനം നടക്കാൻ എന്തിനാണ് ഈ ഭഗവാൻ ആമയുടെ രൂപത്തിൽ വന്നത്? അത് ആമയുടെ ഒരു പ്രത്യേകതയാണ്. ഞാനും LP സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. ആമയും മുയലും കൂടെ മത്സരിച്ചു. അവസാനം ആമ തോറ്റു, മുയൽ തോറ്റു, ആമ ജയിച്ചു. മുയൽ ഒറ്റ ഓട്ടം ഓടി 100 മീറ്റർ കഴിഞ്ഞ് അവിടെ നിന്നു. പിന്നെ അവൻ കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ ഈ കഥ ശരിയാണെന്ന് അറിയാൻ വേണ്ടി BBC വേൾഡ് സർവീസ് ഒരാമയും മുയലും അവിടെ മത്സരിപ്പിച്ചു. നിങ്ങൾ ടെലിവിഷനിൽ കണ്ടു കാണാം മത്സരം. 500 മീറ്റർ റേസാണ്. ആമയും മുയലിനോട് റേസ് തുടങ്ങി. മുയൽ ഒരൊറ്റ ഓട്ടം 100 മീറ്റർ അവിടെ നിന്നു. മുയലിന് അതിൽ കൂടുതൽ ഓടാൻ പറ്റത്തില്ല. മുയലിനെ ദൈവം സൃഷ്ടിച്ചത് കോൾഡ് ബ്ലഡ് ആനിമലായിട്ടാണ്. 100 മീറ്റർ ഓടിയാൽ പിന്നെ മുയലിന് ഒരു 10-15 മിനിറ്റോ സെക്കൻഡോ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അതിൻ്റെ ബ്ലഡിനകത്ത് തിരിച്ച് റെഡ് ബ്ലഡ് കോർപ്പസ്കൾസ് വന്ന് ശ്വാസം എടുക്കാനുള്ള കപ്പാസിറ്റി അതിന് വരും. പിന്നെ മുയലൊരു 100 മീറ്റർ ഓടി, പിന്നെ അവിടെ നിന്നു. കാരണം ഈ മറ്റു മൃഗങ്ങൾക്ക് മുയലിനെ പിടിക്കാനുള്ള പരുവത്തിനാണ് ദൈവം ഇതിനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. ആമയോ, ആമ ടക്കേ എന്നങ്ങ് നടന്നു. അവസാനം ആമ 500 മീറ്റർ ഫിനിഷ് ചെയ്തപ്പോൾ മുയൽ 450 മീറ്റർ ഫിനിഷ് ചെയ്തിരുന്നുള്ളൂ. നമ്മൾ സ്കൂളിൽ പഠിച്ച കഥ ജനറ്റിക്കലി ബയോളജിക്കലി ട്രൂ ആണെന്ന് BBC-യുടെ മത്സരം തെളിയിച്ചു. അപ്പോൾ അതുകൊണ്ട് ആമയ്ക്ക് തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടാൽ ആമ ബോംബെ പട്ടണം വരെ സ്ലോയിട്ട് നടന്നങ്ങ് പോകും. എത്ര മാസം എടുത്താലും അത് നടന്നങ്ങ് ചെല്ലും. അതാണ് അതിൻ്റെ ഗുണം. മുയലിനെ നമ്മൾ വളർത്തിയാൽ കഷ്ടിച്ച് 3-4 വർഷത്തെ ആയുസേ ഉള്ളൂ മുയലിന്. മനുഷ്യന് 60-70 വയസ്സിലൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റും. ചിലരങ്ങ് 95 വരെ പോകും. ഭൂമി വല്ല നന്മയും ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ തിന്മ ചെയ്തിട്ട് അതിൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കാൻ ബാക്കിയുള്ളവരൊക്കെ 95 വയസ്സിലൊക്കെ പോകും. അല്ലാത്തവനൊക്കെ 70 പോകും. പക്ഷേ ആമയുടെ ആയുസ് എത്രയാണ്? ആമയ്ക്ക് 160-180 വയസ്സാണ്. ഒരാമ അതിനെ കാണുന്ന എല്ലാ മനുഷ്യരെയും അവൻ സർവേ ചെയ്തിരിക്കും. അതാണ് ആമയുടെ കഴിവെന്ന് പറയുന്നത്. അതുകൊണ്ട് ആമയ്ക്ക് ലോങ് വർക്ക് ചെയ്യാൻ പറ്റും, ഹാർഡ് ലേബർ ചെയ്യാൻ പറ്റും. ആ ആമയായി ജനിച്ചെങ്കിലേ പലയിടങ്ങളിൽ നടത്താൻ പറ്റുള്ളൂ. അതാണ് ഭഗവാൻ ആമയുടെ ഷേപ്പിൽ വന്നത്. ആമയുടെ ഷേപ്പിൽ വന്നെങ്കിലേ ഈ ലോങ് ആൻഡ് സ്ട്രെയിനേഴ്സ് വർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. വിജയത്തിലേക്ക് കുറുക്കൊഴിയൊന്നുമില്ല. കഠിനാധ്വാനം മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ സ്കൂളിൽ ഒരു പദ്യം പഠിപ്പിക്കുന്നത്. ദ ഹൈറ്റ്സ് ദറ്റ് ഗ്രേറ്റ് മെൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ് ആർ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. They while their companions slept or toiling upwards in the night.
ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ആമയെ പോലെ വർക്ക് ചെയ്തേ പറ്റൂ. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പാലാഴിമത്തെ ആമയായി ഭഗവാൻ വരുന്നത്. പിന്നെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കും എന്താണ് ഭാഗവത്തിൽ നിന്നുള്ള പാഠം. വലിയ വലിയ പരീക്ഷകൾ പാസ്സാവണമെങ്കിൽ കഠിനാധ്വാനമുള്ളതൊരു മാർഗമില്ല. രാത്രിയുടെ യാമങ്ങളിരുന്ന് പഠിക്കാതെ ഒരു കുട്ടിക്കൊന്നും കിട്ടത്തില്ല. പിന്നെ അറിവ് നേടുമ്പോൾ എന്ത് ചെയ്യണം? ആമയെ പോലെയാണ് അറിവ് നേടാൻ. അറിവിൻ്റെ ആഴങ്ങളിൽ പോകണം. കടലിന് അടിയിൽ ചെന്ന ആമ എങ്കിലേ അതിൻ്റെ മുകളിൽ പർവ്വതം വെച്ച് കറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അറിവിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പാതെ ഒരു കുട്ടിക്കും ഒരു പരീക്ഷയും പാസ്സാകാൻ പറ്റിയില്ല. രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം നമ്മളെ പഠിപ്പിക്കുന്നു, അറിവിൻ്റെ ആഴങ്ങളിൽ പോയി തപ്പി നമ്മുടെ മക്കൾ പഠിച്ചെങ്കിലേ വലിയ വലിയ വിജയങ്ങളൊക്കെ നേടാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആ പാലാഴിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാമ്പിനെ ഇട്ട് പിടിക്കുക അങ്ങോട്ട് ഇങ്ങോട്ട്. പാമ്പിൻ്റെ വായിന്ന് അത് വിഷം അങ്ങ് ഛർദ്ദിച്ചു. കാളകൂടെ വിഷം പുറത്തു വന്നു. ആ വിഷം ലോകം മുഴുവൻ പറന്നാൽ ലോകം മുഴുവൻ നശിച്ചു. പരമശിവൻ പെട്ടെന്ന് വിഷം എടുത്തിട്ട് അങ്ങ് വിഴുങ്ങി പാർവതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ശരീരത്തിൽ ഞെക്കി പിടിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്, കൊങ്ങ. അങ്ങോട്ട് കയറി ഒരൊറ്റ പിടി പാർവതി. ഒരു ഭാര്യ ഇവിടെ കയറി ഭർത്താവിനെ ഞെക്കാൻ പാടില്ല. ഒരു ഞെക്കം നീക്കി കൊടുത്തു. അപ്പോൾ വിഷം അങ്ങ് കൺസോൾട്ടേറ്റ് ചെയ്തു. അതാണ് വള്ളത്തോൾ നാരായണമേനോൻ പാടുന്നത്, നീലകണ്ഠനായതല്ലോ പരമശിവൻ. പരമശിവൻ നീലകണ്ഠനായി മാറി. അപ്പോൾ പരമശിവൻ മരണത്തിൻ്റെ ദേവനാണ്. സൃഷ്ടി സംഹാരത്തിൻ്റെ ദേവനാണ് പരമശിവൻ. പരമശിവനും മരണമില്ല. ഭർത്താവിന് മരണമില്ലാത്ത ആളാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായിട്ടില്ല. അതാ ഭർത്താവ് ചാതാരിക്കാൻ വേണ്ടി കോങ്ങ് കയറി പിടിച്ചത്. എല്ലാ ഭാര്യമാരോടും ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്, അവരവരുടെ ഭർത്താവിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കണം. കേരളം മുഴുവൻ പ്രസിദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെ വീട്ടിൽ വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോലീസ് വണ്ടി അദ്ദേഹത്തെ കയറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് രാത്രി ചെന്നപ്പോൾ ഒരു 10:15 ഭാര്യയും ചെറുക്കുന്നു. എവിടെ പോയടേ ഇയാൾ? എവിടെ വരെ 10:30 വരെ? ഞാൻ അമ്പരുന്നു. ലോകം മുഴുവൻ ബഹുമാനിക്കുന്നു. ഞാനൊക്കെ കാലത്ത് തോന്നിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ ഭാര്യക്കുണ്ടല്ലോ, എവിടെ പോയടേ ഇയാളോട് 10:30 വരെ. കാര്യം ഭർത്താവിനെ ഭാര്യയ്ക്ക് അറിയാൻ വയ്യ. പല ഭാര്യമാർക്കും ഭർത്താക്കന്മാരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ, ഭർത്താവിനെ കഴിവെന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ വന്ന കുടുംബം രക്ഷപ്പെടത്തില്ല. പാർവതി ചെയ്യുന്ന പോലെ ചെയ്യരുത്. പരമശിവനെ മനസ്സിലാക്കാത്ത പാർവതിയെ പോലെ ഭർത്താവിനെ മനസ്സിലാക്കാത്ത ഭാര്യ ഇരിക്കരുത്. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കാളകൂട വിഷത്തിൻ്റെ സംഭവം പറയുന്നത്. അപ്പോഴേ ഈ കാളകൂട വിഷം പോലെയാണ് നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രീസ്. നമ്മളൊരു വ്യവസായം നടത്തുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വരുന്ന ഒരു വിഷമായിരിക്കും ഈ കാളകൂട വിഷമായിരിക്കും. കോഴിക്കോട് മാവൂർ റയോൺസ് ഒരു കമ്പനി ഉണ്ടാക്കി. അപ്പോൾ കാട്ടിലെ പാഴ്മുളം അത് വെച്ചിട്ട് റയോൺസ് ഉണ്ടാക്കാം. സിനിമ പാട്ട് പോകും, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും എന്ന് പറഞ്ഞ പോലെ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും മാവൂർ റയോൺസ് ഉണ്ടാക്കി. റയോൺസ് ഇഷ്ടം പോലെ. അപ്പോൾ ഇതുപറ്റി കല്ലായിപ്പുഴയുടെ തീരത്താണ് മാവൂർ റയോൺസ് ഇരിക്കുന്നത്. കല്ലായിപ്പുഴയിലെ വെള്ളം ശുദ്ധജലമായിരുന്നു. മലയാള സിനിമാ പാട്ടി കല്ലായിപ്പുഴ ഒരു മണവാട്ടി. ഉഗ്രൻ നദിയായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് നദിയെ. മാവൂർ റയോൺസ് അങ്ങോട്ട് വിഷം പുറപ്പെടുക്കാൻ തുടങ്ങി. കല്ലായിപ്പുഴ കാറത്തിരുണ്ട്. നമ്മൾ അതിനകത്ത് വെള്ളം തൊട്ടാൽ നമ്മുടെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് കയറുകയാണ്. അത്ര പോയിസണായിരുന്നു. വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല, കന്നുകാലിയെ കുളിപ്പിക്കാൻ പറ്റാത്ത പരിവായി. പിന്നെ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾ അങ്ങ് സമരം ചെയ്ത് അവനെ പൂട്ടിച്ച്, മാവൂർ റയോൺസിനെ പൂട്ടിച്ച്. അങ്ങനെ നല്ല കാലം സംഭവിച്ചു. കല്ലായിപ്പുഴ രക്ഷപ്പെട്ടു. പുല്ലൂർ പേപ്പർ മില്ലുണ്ടാക്കി. നമുക്ക് പുസ്തകം അച്ചടിക്കണമെങ്കിൽ പേപ്പർ വേണം, ന്യൂസ് പേപ്പർ അച്ചടിക്കണമെങ്കിൽ പേപ്പർ വേണം, മാസിക അച്ചടിക്കണമെങ്കിൽ പേപ്പർ വേണം. വിദേശത്ത് പേപ്പർ ഇറക്കുമതി ചെയ്താൽ നമുക്ക് അതിൻ്റെ 3 ഇരട്ടി വില കൊടുക്കേണ്ടി വരും. അപ്പോൾ സഹ്യപർവ്വതത്തിൽ ഇഷ്ടം പോലെ ഈറ്റ മുളയുണ്ട്. അത് വെച്ചിട്ട് പേപ്പർ ഉണ്ടാക്കാൻ പുല്ലൂർ പേപ്പർ ഉണ്ടാക്കി. കല്ലടപ്പുഴ കണ്ണീര് പോലത്തെ പുഴയായിരുന്നു. കല്ലടപ്പുഴ ശുദ്ധ നീരുള്ള പുഴയായിരുന്നു. ആ കല്ലടപ്പുഴയിലോട്ട് ആ വിഷം അങ്ങോട്ട് ഇറങ്ങി കല്ലട 6 കാറത്തിരുണ്ട് ഒഴുകാന്ന് പറയും. കാറത്തിരുണ്ട് മഹാകവി പാടി, ജി ശങ്കരൂർ പാടി, കല്ലടയാർ ഒഴുകുന്നു വിഷലിപ്തമായി. വീണ്ടും നാം തൊഴിലാളി സുഹൃത്തുക്കൾ പൂട്ടിച്ചതിനെ സമരം ചെയ്തതിനെ പൂട്ടിച്ച് പേപ്പർ. ഇപ്പം കല്ലട ഏകദേശം ക്ലിയറായി തുടങ്ങി. പാലാഴി മദനം പോലെ വലിയ ഇൻഡസ്ട്രി ചെയ്യുമ്പോൾ വിഷമുണ്ടാവും ബൈ പ്രോഡക്റ്റായിട്ട്. നമ്മൾ ഏത് കമ്പനി എവിടെ തുടങ്ങിയാലും അതിൻ്റെ വിഷമുണ്ട്. ആ വിഷം ഒന്നുകിൽ അതിനെ റീസൈക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കണം. ഇല്ലെങ്കിൽ ജനജീവിതം നശിക്കും, ജനങ്ങൾ നശിക്കും. അതാണ് ലോകം മുഴുവൻ. കാളകൂട വിഷം പോയാൽ ലോകം മുഴുവൻ നശിക്കും. പരമശിവനെ പോലെ ഒരാൾ അതിനെ കണ്ടെയ്ൻ ചെയ്തു, അതുകൊണ്ട് ലോകം രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് ഇൻഡസ്ട്രി ഉണ്ടായാലും അന്തരീക്ഷത്തിലോട്ട് പുകയും
വിഷമെല്ലാം കൊണ്ട് നദി കലർത്തി വിഷം നശിച്ച് ലോകത്തെ നശിപ്പിക്കാൻ പാടില്ല. നമ്മളെ പഠിപ്പിക്കുകയാണ് പാലാഴി മദനം. അതിന് കാരണഭൂതനായി ഭഗവാൻ അവതരിച്ച ആമയുടെ രൂപം. മൂന്നാമത് ഭഗവാൻ വരുന്നത് എങ്ങനെയാണ്? വരാഹ അവതാരം. വരാഹം. ലോകത്തിലെ അറിവ് മുഴുവൻ വേദങ്ങളെല്ലാം കൂടെ ഹയഗ്രീവൻ നിലത്തിന് അടിച്ചുകൊണ്ട് പോയി. അവൻ കൊണ്ട് എവിടെ കൊണ്ട് പൂഴ്ത്തി വെച്ചറിയാമോ? വെള്ളത്തിനടി കൊണ്ടുവന്നു. കടൽ ഭഗവാൻ എന്ത് ചെയ്തു? പന്നിയുടെ രൂപം എടുത്തു. പന്നിയുടെ രൂപം എടുത്തിട്ട് അടിച്ചെന്നവനെ പൊക്കി മേളിൽ കൊണ്ടുവന്നു. അപ്പം ഇതാണ് ഈ വരാഹാവതാരം. വരാഹാവതാരം മനുഷ്യന് കേട്ടാൽ അറയ്ക്കുന്ന ഒരു മൃഗമാണ് ഈ പന്നി. പന്നി എന്നത്. പക്ഷെ പന്നി എന്ന ഗുണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേസ്റ്റിനെ അവൻ തിന്ന് ആ സ്ഥലം മുഴുവൻ ക്ലിയർ ചെയ്യും. പന്നിയുടെ ഗുണമാണത്. അതുപോലെ നമുക്ക് നന്മ ചെയ്യുന്നൊരു പക്ഷിയുണ്ട്, കാക്ക. എവിടെങ്കിലും വേസ്റ്റ് ഉണ്ട്, ആ കാക്ക കാ കാ എന്നൊരു വിളി വിളിക്കും. അപ്പോൾ ലോകത്തുള്ള കാക്കയെല്ലാം അവിടെ പറന്ന് ഒരൊറ്റ വരവങ്ങ് വരും. ഒരു 100 കാക്കയും വരും. അവരാ വേസ്റ്റ് മുഴുവൻ ക്ലിയർ ചെയ്യും. വലിയ സദ്യ നടക്കുകയാണ് അമ്പലത്തിൽ. കല്യാണം കഴിഞ്ഞ് വലിയ സദ്യയാണ്. സദ്യയുടെ വേസ്റ്റെല്ലാം കൂടെ ഓഡിറ്റോറിയത്തിൻ്റെ ജനലിൽ കൂടെ പുറത്തിറങ്ങിടും. അവിടെ കിടന്ന് നാറി നാശമായി ഇവിടെ മുഴുവൻ ദുർഗന്ധം വമിക്കും. പക്ഷേ ഒരു കാക്ക അത് കണ്ടാണ്ടല്ലോ, കാക്ക കാക്ക എന്നൊരു വിളി വിളിക്കും. 100 കാക്ക വരും. ആ വേസ്റ്റ് മുഴുവൻ അങ്ങ് തിന്നും. കാക്ക രക്ഷപ്പെടും. പിന്നെ നമ്മൾ ആ വേസ്റ്റ് മുഴുവൻ പലയിടത്ത് കൊണ്ട് കളയേണ്ട ജോലി ആ സംഘാടകന് ഒഴിവായി കിട്ടും. വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യും. നമ്മുടെ ബന്ധുക്കൾ മരിച്ചു, നമ്മളെന്ത് ചെയ്യും? ബലി അർപ്പിക്കും. ബലി അർപ്പിക്കുമ്പോൾ ആരാ വരുന്നേ? കാക്ക. ആ കാക്കയുടെ പേര് തന്നെ ബലിക്കാക്ക എന്നാണ്. ബലിക്കാക്ക. കാക്ക വരും. ബലിക്കാക്ക വന്നിട്ടാണ് നമ്മുടെ ആത്മാക്കൾക്ക് മോക്ഷത്തിന് കാരണഭൂതമായി ഭവിക്കുന്നത്. അപ്പോൾ പന്നിയും കാക്കയൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത മൃഗങ്ങളാണ്. പക്ഷേ നമ്മൾ ആ 2 മൃഗങ്ങളോട് നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് വരാഹം. വരാഹത്തെ കണ്ട് ആരും പുച്ഛിച്ച് കളയരുത്. അപ്പോൾ ഈ വരാഹം എന്ത് ചെയ്തു? വരാഹം ഭൂമിക്കടിയിലോട്ട് എന്ന് വെള്ളത്തിനടിച്ചെന്ന് പൊക്കി പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ഓരോ മൃഗത്തിനും ആയുധം ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ സ്ഥലത്താണ്. സിംഹത്തിനും കടുവായ്ക്കും ഒക്കെ അതിൻ്റെ വായിക്കാത്ത പല്ലാണ് അതിൻ്റെ ആയുധം. ആരെയും കടിക്കണമെങ്കിൽ വാ തുറന്ന് കഴിയും. അതുകൊണ്ടാണ് കടുവയും സിംഹത്തൊക്കെ നേരിടാൻ പോകുമ്പോൾ ഞങ്ങൾ പോലീസുകാരാണ്ട് വായിക്കാത്ത ഒറ്റ വെടിയൊക്കെ വെച്ചു കൊടുക്കും. വായിക്കാത്ത വെടി കയറിയ ചത്തു സാധനം. അല്ല, മയക്കുമരുന്ന് വെടി വെച്ചാലേ അപ്പോഴേ മയക്കുമരുന്ന് എൻ്റെ വായി കയറിയിട്ട് പുലി അങ്ങ് ഉറങ്ങും. അപ്പോൾ ഞങ്ങൾ നെറ്റിലാക്കി കഴിഞ്ഞ് കൊണ്ടുവരും. അപ്പോൾ വായിക്കാത്ത അവനായുധം, വാ തുറക്കാതെ അവൻ ആയുധം പ്രയോഗിക്കാൻ പറ്റിയില്ല. ദൈവം ആനയെ സൃഷ്ടിച്ചു. അതിൻ്റെ മൂക്കാണ് അതിൻ്റെ ആയുധം. മൂക്ക് ഒരു തുമ്പിക്കൈ പോലെയാണ്. ഒരു പിടി ഇഞ്ഞ് പിടിച്ചാണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു അടി അടിച്ചാണ്ടല്ലോ, അപ്പോൾ നമ്മൾ ചത്തു. പിന്നെ അവൻ്റെ 2 പല്ലിഞ്ഞ് പുറത്തോട്ട് വന്ന് കൊമ്പ് പോലെ. മൂക്കും പല്ലും ആനയ്ക്ക് ആയുധമായിട്ട് കൊടുത്തു. കുതിരയ്ക്കോ പന്നിക്കോ? കുതിരയ്ക്കോടെ ആയുധം കൊടുത്തേ ശരീരത്തിൻ്റെ പുറകിൽ. മുമ്പിൽ കടിക്കാൻ പറ്റുമോ? തൊഴിക്കാൻ പറ്റുമോ? ഒന്നും പറ്റിയല്ല. പക്ഷെ പുറത്തെ കാലാണ് അതിൻ്റെ ആയുധം. കുതിരയ്ക്ക് ആരും ആക്രമിക്കണമെങ്കിൽ കുതിര എബോട്ടേനെ അടിക്കും. ഒരൊറ്റ തൊഴിൽ കഴിച്ചോണ്ടല്ലോ മനുഷ്യനോട് 100 അടി ദൂരെ പോയി ചത്തു. അപ്പോഴേ കാലിലാണ് കുതിരയുടെ ആയുധം കൊടുത്തിരിക്കുന്നത്. പന്നിക്കോടെ കൊടുത്തെന്നറിയാമോ? പന്നിയുടെ മുൻവശത്തെ 2 പല്ല് നേരെ ഇങ്ങനെ വളർന്നു വന്നൊരു ട്വിസ്റ്റ് ചെയ്ത് പെർപെൻഡിക്കുലറായിട്ട് നേരെ മേപ്പെട്ടൊക്കെ പോകും. ആ പല്ലാണ് അതിൻ്റെ ആയുധം. തേറ്റ നമ്മൾ വിളിക്കും. ആ പന്നിക്ക് ആരെങ്കിലും ആക്രമിക്കണമെങ്കിൽ പന്നി എന്നറിയാമോ? ആദ്യം തല കുനിക്കും. തല കുനിച്ച് ആ തേറ്റ കൊണ്ട് ഒരൊറ്റ കയറ്റാണ്. പന്നി തല കുനിക്കുമ്പോൾ സൂക്ഷിച്ചോണം. പന്നി തല ഓടിക്കണം. പന്നി തല കുനിച്ചു പോയെങ്കിൽ തേറ്റ കൊണ്ടുവന്നൊരു വയനാട് ഒരൊറ്റ കയറ്റിയിട്ട് അപ്പോഴേ ആളെത്തും. അപ്പോൾ ഭാഗവതം പറഞ്ഞു തരാണ്, ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ ആദ്യം വിനയം വേണം. പന്നി ചെയ്യുന്ന പോലെ വിനയം നല്ലപോലെ തലയും കൊണ്ട് കുനിച്ചിട്ട് ഒരൊറ്റ പ്രയോഗം പ്രയോഗിച്ചാൽ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. വിനയം സക്സസ്ഫുള്ളായ ആളുകളുടെ ലക്ഷണമാണ് വിനയം. പിന്നെ പന്നി എവിടെ പോയേ? പന്നിക്ക് സാധനം ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് ഈ വെള്ളം. പന്നി സാധാരണ കരയ്ക്കും ചെളിയിലൊക്കെ കളിക്കുന്ന സാധനമാണ്. പക്ഷേ അത് ആവശ്യം വന്നപ്പോൾ വെള്ളത്തിനിടെ ഊർന്ന് അങ്ങോട്ട് ചെന്നിട്ട് തേറ്റായുടെ പുറത്തോട്ട് ഋഗ്വേദത്തെ കയറ്റി പൊക്കി കഴിഞ്ഞ് കരയ്ക്ക് കൊണ്ടുവന്നു. ആഴങ്ങളിൽ പോയാൽ മനുഷ്യർക്ക് രക്ഷപ്പെടാൻ പറ്റും. ഞാനും ഇന്ന് മൈക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ഇതിനാവശ്യമുള്ള മിനറൽ ഭൂമിക്കടിയിൽ എവിടെയോ പോയി മൈൻ ചെയ്ത് വന്നിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്. ഇരുമ്പും നിക്കൽ കോപ്പറൊക്കെ ഉണ്ടായത്. ടയറടുത്ത് കുറച്ച് കുഴിച്ച് പോകണം. ഞാനും വണ്ടി ഓടിച്ച് വരിക. നമ്മുടെ വണ്ടി എങ്ങനെ ഓടിച്ചാൽ ഭൂമിക്കടിയിൽ പോയി അവിടുത്തെ പെട്രോളിയം കൊണ്ടുവന്നിട്ട് അതിനെ ശബ്ദീകരിച്ച് ഡീസലും പെട്രോൾ ആക്കിയിട്ടല്ലേ ഞാൻ കാറിൽ പെട്രോൾ നിറച്ചിട്ട് കൊല്ലത്ത് നിന്ന് വന്നേ. വരാൻ പറ്റുമോ? കുഴിച്ച് പോകണം.
ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യനും രക്ഷപ്പെടാനുള്ള സ്വത്ത് എവിടെ ഇരിപ്പുണ്ട്? കടലിനടിയിരിക്കുകയാണ്. ഡീപ് സീ മൈനിങ്. ഇന്ത്യയുടെ തീരത്തുള്ള അറേബ്യക്കടലിലും ബേ ഓഫ് ബംഗാളിലും മാത്രം വെള്ളത്തിനടിയിൽ, കടലിനടിയിലെ മിനറൽസ് എടുക്കാൻ പറ്റിയാൽ അടുത്ത 100 വർഷത്തേക്ക് ഇന്ത്യക്ക് ആവശ്യമുള്ള മുഴുവൻ സമ്പത്തും 6 മാസം കൊണ്ട് ഉണ്ടാക്കാം. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മണലെടുക്കാനാണ് ഇപ്പോൾ തുടങ്ങിയ പ്രോജക്റ്റ്. സമരം തുടങ്ങിക്കഴിഞ്ഞു കേരളം മുഴുവൻ. കടലിൽ മണലെടുക്കാൻ പാടില്ല. മണലെടുത്ത് കരയിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ആ മണൽ തുടക്കമാണ്, ബാക്കിയുള്ള മിനറൽസാണ്. ഡീപ് സീ മൈനിങ്. ലോകത്തിൽ ഈശ്വരൻ ഏറ്റവും കൂടുതൽ സമ്പത്ത് വന്നത് ഇന്ത്യയുടെ കടലിലാണ്. അത് മൈനിങ് മാത്രം ചെയ്താൽ മതി. ഇന്ത്യ ദരിദ്രരാഷ്ട്രമല്ല, സമ്പൽ സമൃദ്ധ രാഷ്ട്രമാകും. ഈ പന്നി വരാഹ അവതാരം ഭൂമി വെള്ളത്തിനടിയിൽ പോയി ചെയ്തില്ലേ, ആ പണി ഇന്ത്യക്കാർ ഇപ്പോൾ ചെയ്താൽ നമ്മൾ കോടീശ്വരന്മാരാവും, അമേരിക്കയേക്കാൾ സമ്പത്തുള്ളവരാവും. പന്നി കാണിച്ച പണി നമ്മൾക്ക് കടലിനടി ചെയ്യാൻ പറ്റിയിരിക്കണം. ഡീപ് സീ മൈനിങ് ചെയ്യാൻ പറ്റണം. ഇനി ആ പന്നി ഇപ്പോൾ അറബി ഭാഷയിലും സിറീക് ഭാഷയിലും ഉൾപ്പെട്ട ആഫ്രിക്കൻ ഭാഷകളിലും സ്വർണത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? വരാഹൻ. വിഷ്ണുവിൻ്റെ ദശാവതാരത്തിലെ 3ാമത്തെ അവതാരത്തിൻ്റെ പേരിലാണ് ലോകത്തിൽ സ്വർണം അറിയപ്പെടുന്നത്, വരാഹൻ. എങ്ങനെ ഈ വാക്ക് വന്നു? ഈ വാക്ക് വരാനുള്ള കാരണം ഇന്ത്യ പണ്ടേ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് കയറ്റി അയച്ചിരുന്നു. ഉദാഹരണത്തിന് 3000 വർഷത്തിന് മുമ്പ് ഫറോ രാംസിസ് എന്നൊരു ഫറോ രാജാവ് മരിച്ചു. അയാളുടെ മമ്മി, അഴുകാത്ത ശരീരം 1986 കണ്ടെത്തി. അപ്പോൾ അയാളുടെ ശരീരം നോക്കിപ്പിന്നെന്ന് അറിയുമോ? അയാളുടെ വായ്ക്കകത്തും മൂക്കിനകത്തും ചെവിക്കകത്തും ഒക്കെ കുരുമുളക് അടിച്ച് നിറച്ചിരിക്കുകയാണ്. ഈ കുരുമുളക് ശരീരം അഴുകാതിരിക്കാൻ വളരെ നല്ലതാണ്, അതുകൊണ്ട് കുരുമുളക് ഉപയോഗിച്ചാണ്. പക്ഷേ ഇയാളൊരു ക്രൂരനായ രാജാവായിരുന്നു. അതുകൊണ്ട് ചത്ത് കഴിഞ്ഞാൽ ഇവനെ അണ്ണാക്കിൽ ഇരിക്കട്ടെ എന്ന് അടിച്ച് കയറ്റിയാൽ നമുക്ക് അറിഞ്ഞൂടാ കുരുമുളക്. പക്ഷേ കുരുമുളക് എവിടെ നിന്ന് വന്നു? ഈജിപ്റ്റോളജിസ്റ്റ് റിസർച്ച് നടത്തി. അപ്പോഴാണ് മനസ്സിലാകുന്ന കുരുമുളക് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വിരിയുന്ന കുരുമുളകാണ് 3000 കൊല്ലത്തിന് മുമ്പ് ഈ ഫറോ രാജാവിൻ്റെ മൂക്കിലും വായിക്കാത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് കുരുമുളക് ഓടം വരെ കയറ്റി അയച്ചു. സംഘകാല കൃതികളിൽ പതിറ്റുപ്പത്തിൽ പറയുന്നു, നമ്മൾ കുരുമുളക് കയറ്റി അയക്കുന്നതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കറി ഏന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. തമിഴ് ഭാഷയിലെ കുരുമുളകിൻ്റെ പേരാണ് കറി. കപ്പലിൽ കറി അങ്ങോട്ട് പോയാൽ തിരിച്ച് പൊന്ന് തിരിച്ചു വരും. കറി ഏന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. ആ തമിഴ് ഭാഷയിലെ കറി എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വാക്കാണ്, CURRY, മീൻകറി, ഇറച്ചിക്കറി. കാര്യം കുരുമുളക് ചേർത്ത് അല്ലെങ്കിൽ മുളക് ചേർത്തുണ്ടാക്കുന്ന എല്ലാ പാചകത്തിനും സായിപ്പെട്ട പേരാണ് കറി. തമിഴ് ഭാഷയിൽ കുരുമുളകിൻ്റെ പേരാണ് ഇംഗ്ലീഷ് ഭാഷയിൽ കറിയായി രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്വർണത്തിൻ്റെ പ്രധാന ഏജന്റ് ഗുജറാത്തും മഹാരാഷ്ട്രയും മധ്യപ്രദേശിൻ്റെ കുറേ ഭാഗം വരുന്ന രാഷ്ട്രകൂട രാജവംശമാണ്. ഈ രാഷ്ട്രകൂട രാജവംശം വിഷ്ണു ഭഗവാന്റെ 3ാമത്തെ അവതാരത്തിലെ വലിയ ഭക്തരായിരുന്നു. അവരുടെ പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്, വരാഹ ക്ഷേത്രം. ഭയങ്കര നിങ്ങൾ കാണേണ്ട ക്ഷേത്രമാണ് വരാഹ ക്ഷേത്രം. അവരെന്ത് ചെയ്ത് അവിടെ നാണയം ഉണ്ടാക്കിയപ്പോൾ നാണയത്തിൻ്റെ ഒരു വശത്ത് രാഷ്ട്രകൂട രാജവംശത്തിൻ്റെ കൊട്ടാരം, മറ്റേ രാജവംശത്തെ പന്നിയുടെ പടമാണ്. അതായത് ഈ വിഷ്ണു ഭഗവാന്റെ 3ാമത്തെ അവതാരം, അവരുടെ പ്രധാന ക്ഷേത്രത്തിലെ ഭഗവാന്റെ രൂപമാണ് അതിൻ്റെ ഒരു സൈഡിൽ. അപ്പോൾ ഈ വരാഹത്തിൻ്റെ രൂപമുള്ള നാണയമായതുകൊണ്ട് അതിനെ വിളിച്ചു വരാഹൻ. സ്വർണ്ണ നാണയത്തിൻ്റെ പേരാണ് വരാഹൻ. ആ വരാഹൻ കൈക്കിട്ടിയ അറബികളും സുറിയാക്കാരും ഈജിപ്തുകാരും സോമാലിയക്കാരും എത്യോപ്യക്കാരും എല്ലാം സ്വർണത്തിന് പേരിട്ടു വരാഹൻ. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത മൃഗമായി പന്നി കേട്ടോ. പക്ഷെ അവൻ്റെ ഭാഷയിൽ പന്നിയുടെ പേരെടുത്ത അവൻ്റെ സ്വർണ്ണനാണയത്തിൻ്റെ പേര്. നമ്മളൊരു രൂപ എന്ന് പറയുന്നില്ലേ, എന്തോ രൂപ. ഷർഷ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു, അയാൾ വെള്ളി കൊണ്ട് നാണയം ഉണ്ടാക്കി. ഈ വെള്ളിക്ക് ഉറുദു ഭാഷയിലെ വാക്കാണ് റൂബ്. അപ്പോൾ രൂപ കൊണ്ട് ഉണ്ടാക്കിയ നാണയമാണ് റുപ്പയ എന്ന് വിളിച്ചത്. വെള്ളി കൊണ്ടുണ്ടാക്കിയ നാണയം എന്നാണ് ഉറുദു ഭാഷയത്. എന്ന് പറഞ്ഞ പോലെ ലോകത്തിലെ പ്രധാന ഭാഷകളിൽ സ്വർണ്ണ നാണയത്തിനിട്ട പേര് വിഷ്ണു ഭഗവാന്റെ 3ാമത്തെ അവതാരമായ വരാഹൻ എന്ന് പേരിട്ടു. അപ്പോൾ ആ വരാഹ അവതാരത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ നിരവധിയാണ്. അടുത്തത് നരസിംഹാവതാരം. അപ്പോൾ ഈ നരസിംഹാവതാരം നമുക്ക് മാത്രമുള്ളതല്ല കേട്ടോ, ലോകത്തിലെ പ്രധാന സംസ്കാരങ്ങൾക്കെല്ലാം ഉള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാച്യു ഉണ്ട്, സ്ഫിങ്സ്, SPHINX, സ്ഫിങ്സ്. 66 അടി പൊക്കമുള്ള വിഗ്രഹമാണ്. അതിൻ്റെ മുഖം രാംസിസ് രണ്ടാമൻ്റെ മുഖമാണ്, പക്ഷേ ശരീരം മുഴുവൻ സിംഹമാണ്. 66 അടി പൊക്കം സ്ഫിങ്സ്. അതവിടെ ഇറാനിലും വന്നപ്പോൾ അവിടെ അതിനെ വിളിച്ച പേര് സിംഹനരൻ. ഉടൽ സിംഹം, തല നരൻ. അപ്പം ഇറാഖിലെയും പേർഷ്യയിലൊക്കെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമായിരുന്നു. സിംഹനരൻ. ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്ന് പേർഷ്യയിൽ നിന്നൊക്കെ ഉണ്ടല്ലോ,
70ഓളം വിഗ്രഹം കിട്ടിയിട്ടുണ്ട് ഈ സിംഹനരൻ്റെ. പക്ഷെ ആ സിംഹനരൻ ഇന്ത്യയിലെത്തിയപ്പം നരസിംഹമായി. ഈജിപ്തിലും ഇറാഖിലും ഇറാനിലും മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമാണ്. ഇന്ത്യയിൽ വന്നപ്പോൾ സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമായി. ഈ സിംഹനരനെ നരസിംഹമാക്കി മാറ്റി. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ ശരീരത്തിൽ ചില മൃഗമുണ്ട്, ചില ശരീരമുണ്ട്, മനുഷ്യനുണ്ട്. ചിലരുടെ ശരീരത്തിൽ സിംഹഭാവമുണ്ട്, ചിലരുടെ ശരീരത്തിൽ ആനയുടെ ഭാവമുണ്ട്, ചിലരുടെ ശരീരത്തിലെ പട്ടിയുടെ ഭാവമുണ്ട്. അപ്പോൾ നമ്മൾ ജാതകം എഴുതുമ്പോൾ നമുക്കെല്ലാം ഒരു പക്ഷിയുണ്ട്, ഒരു മൃഗമുണ്ട്, ഒരു നക്ഷത്രമുണ്ട്. നല്ല രസമാണ്. അതിൽ പലരും മൃഗം എന്താണെന്ന് പുറത്ത് പറയത്തില്ല കേട്ടോ. അങ്ങനത്തെ മൃഗമായിരിക്കും ചിലപ്പം ലക്ഷണത്തിൽ കിട്ടിയിരിക്കുന്നത്. പന്നിയൊക്കെ മൃഗമായിട്ടുള്ള എൻ്റെ മൃഗം പന്നി എന്നാലും പറയും, മിണ്ടത്തില്ല. സിംഹം ആനയുള്ളവർക്ക് പറയും എൻ്റെ മൃഗം ആനയാണ് സിംഹം എന്നൊക്കെ പറയും, മറ്റേത് മിണ്ടത്തില്ല. ചിലരുടെ മൃഗം പാമ്പാ, മിണ്ടത്തില്ല, ഒരു പാമ്പാ മൃഗമെന്ന് പറയത്തില്ല. അപ്പോൾ എല്ലാവരും ഈ ജാതകത്തിൽ എഴുതുമ്പോൾ എന്താണ്, നമുക്കൊരു മൃഗഭാവമുണ്ട്, ഒരു മനുഷ്യഭാവമുണ്ട്. ആ മൃഗത്തെ സപ്രസ് ചെയ്തിട്ട് മനുഷ്യൻ രൂപാന്തരപ്പെടുമ്പോൾ മനുഷ്യൻ വിജയിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ നരസിംഹാവതാരത്തിൻ്റെ കഥ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കഥയാണ്. ഹിരണ്യകശ്യപ് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, ഹിരണ്യായ നമ്മന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഹിരണ്യനെ പ്രാർത്ഥിക്കണം. ഹിരണ്യായ നമ്മന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഹിരണ്യകശ്യപിൻ്റെ ഭാര്യ ഗർഭിണിയാണ്, കയാതു ഗർഭിണിയാണ്. അപ്പോൾ ഗർഭിണികൾ ഈ ഇവിടെ രാവിലെയും വൈകിട്ടും നടക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഗർഭത്തിലുള്ള കുഞ്ഞിന് വളരെ നല്ലതാണ്. സുഖപ്രസവം ഉണ്ടാവും, ഒരു സിസേറിയനും വേണ്ട, ഗർഭിണി ഇറങ്ങി നടന്നാൽ. അപ്പോൾ കയാതു എന്ത് ചെയ്തു, രാവിലെ 7 മണിയാകുമ്പോൾ ഇറങ്ങി നടക്കും, വൈകിട്ട് 5 മണിയാകുമ്പോൾ ഇറങ്ങി നടക്കും. പ്രഹ്ലാദം വയറ്റി കിടക്കുക, പ്രഹ്ലാദനം കൊണ്ടായി നടക്കുന്നത്. ദേവന്മാർ നോക്കി വെച്ചിരുന്നു. ആ കയാതു രാവിലെ 7 മണിയായപ്പം നടക്കാനിറങ്ങി ഒരു 1-2 കിലോമീറ്ററൊക്കെ നടന്നു. അത്ര നടക്കാൻ പാടില്ല കേട്ടോ. ഗർഭിണികൾ മാക്സിമം 500 മീറ്റർ നടക്കാവും. ഈ സ്ത്രീ കുറച്ചൊക്കെ നടന്നു. ദേവന്മാർ വന്ന് കയാതിനെ തട്ടിക്കൊണ്ട് പോയി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. ദേവന്മാരുടെ വീട്ടിലൊക്കെ അങ്ങോട്ട് താമസം പിടിക്കും അവർ സംശയിച്ചു. അതുകൊണ്ട് അവരെന്തെന്നറിയാമോ, അവർ കൊണ്ടുപോയി നാരദൻ്റെ വീട്ടിൽ കൊണ്ട് താമസിച്ചു. നാരദൻ്റെ വീട്ടിൽ ആരും തത്വത്തിലല്ല. അപ്പോൾ ഗർഭിണിയായ കയാത് അവിടെ താമസിക്കുമ്പം ഈ നാരദനൊരു സ്വഭാവമുണ്ട്, എപ്പോഴും നാരായണനമ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വയറ്റി കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ കേട്ട് പഠിച്ചു. ഭാഗവതത്തിൽ പറയുന്ന കഥയാണ്. അപ്പോൾ വയറ്റി കിടക്കുന്ന കുട്ടികൾ പഠിക്കുമെന്നുള്ളത് പുരാണത്തിൽ പലവണ പറയുന്ന കഥയാണ്. ഹിരണ്യകശിപുവിൻ്റെ നമ്മുടെ അഭിമന്യു ഗർഭത്തിൽ കിടന്നുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ചക്രവ്യൂഹം വിളിക്കുന്ന അർജുനന് പറഞ്ഞു കൊടുക്കുന്ന കേട്ട് പഠിച്ച് അഭിമന്യു വയറ്റി കിടന്നാണ്. അഷ്ടാവക്രൻ വയറ്റി കിടന്നുകൊണ്ട് അപ്പം ചൊല്ലി മന്ത്രം തെറ്റിപ്പോയി. വയറ്റി കിടന്നുകൊണ്ട് അഷ്ടാവക്രൻ തിരുത്തി. അപ്പന് ദേഷ്യം വന്നു. ഈ ഭാര്യ ഗർഭിണിയാവരുടെ വയറ്റത്ത് തൊഴി വെച്ച് കൊടുത്തു. ഇപ്പോഴും കാണാണെങ്കിൽ റാസ്കലിനെ പിടിച്ച് 7 കൊല്ലം ജയിലിലുണ്ടാണ് ഈ അഷ്ടാവക്രൻ്റെ തന്തയെ. അങ്ങനെ വയറ്റി കിടന്ന കുഞ്ഞങ്ങ് വളഞ്ഞുപോയി. അതാണ് അഷ്ടാവക്രനായിട്ട് ജനിച്ചത്. അദ്ദേഹമാണ് അഷ്ടാവക്ര ഗീത എഴുതി കേട്ടോ. ഗീത കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വാധീനിച്ചൊരു ഗീതയാണ് ഈ അഷ്ടാവക്ര ഗീത. എന്ന് പറഞ്ഞ പോലെ പ്രഹ്ലാദൻ വയറ്റി കിടന്നുകൊണ്ട് പഠിച്ചു എന്നാണ്. അപ്പോൾ ഈ പുരാണത്തിൽ പറയുന്ന കഥ ഇന്ന് ശാസ്ത്രം ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലൊരു ഗവേഷണം നടന്നു. ഓരോ ഗർഭിണി കിടക്കുന്ന മുറിക്കകത്ത് ഒരേ പാട്ട് തന്നെ വെച്ചുകൊണ്ടിരുന്നു. ഗർഭിണി പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ ഗർഭിണിയുടെ വയറ്റിൽ കുഞ്ഞ് കിടക്കുന്ന സമയത്ത് ആ മുറി വെച്ച പാട്ട് ഓൺ ചെയ്ത കുട്ടി കച്ച നിർത്തും. വേറെ ഏത് പാട്ട് കേട്ടാലും കുട്ടി കച്ച നിർത്തിയാല. ആ പാട്ടിട്ട കുട്ടി ഉടനെ ശ്രദ്ധിക്കും, ഇവിടെ ഇത് കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ വയറ്റിൽ കിടന്നുകൊണ്ട് കുട്ടി ഈ ശബ്ദം കേട്ടിരുന്നു എന്ന് ശാസ്ത്രം തെളിയിച്ചു. അപ്പോൾ മൊസാർട്ട് എന്ന് വലിയൊരു സംഗീതജ്ഞനുണ്ട് ജർമ്മനിയിൽ. അദ്ദേഹം 6 വയസ്സിൽ പാട്ട് രചിച്ചു തുടങ്ങി. 36 വയസ്സായപ്പോഴേക്കും 6000-ഓളം പാട്ട് രചിച്ച മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ പാട്ടുകാരനാണുള്ള കാരണം ഞാൻ വയറ്റിൽ കിടന്ന 10 മാസം എൻ്റെ അമ്മ വീണ കത്തീഡ്രലിൽ സംഗീതം പഠിക്കുന്ന കൊയർ ഗ്രൂപ്പിൽ അംഗമായിരുന്നു. അങ്ങനെ അമ്മ ഈ സംഗീതം പഠിക്കുന്ന വയറ്റിൽ കിടന്ന് ശ്രദ്ധിച്ച് അങ്ങനെയാണ് ഞാൻ പാട്ടുകാരനായെന്നാണ് ഈ മൊസാർട്ട് പറയുന്നത്. ഫ്രാൻസിലൊരു ഗവേഷണം നടന്നു. 200 ഗർഭിണികൾക്ക് ചതുര ഷേപ്പിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളെ നോക്കിയപ്പം അപ്പൻ്റെ അമ്മയുടെ മുഖച്ചായുണ്ട്, പക്ഷേ അതിലൊരു ചതുര ഷേപ്പ് ഫോം ചെയ്യുന്നിട്ട് കണ്ടു. വേറെ 700 ഗർഭിണികൾക്ക് ത്രികോണാകൃതിയിൽ കുറുക്കൻ്റെ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളെ ശ്രദ്ധിച്ചപ്പം അപ്പൻ്റെ അമ്മയുടെ മുഖച്ചായുണ്ട്, പക്ഷേ ആ കുട്ടിയുടെ മുഖത്തിനൊരു ത്രികോണാകൃതി ഫോം ചെയ്യുന്നിട്ട് കണ്ടു. ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി, ഗർഭകാലത്തെ കണ്ട ചിത്രം കുട്ടിയെ സ്വാധീനിക്കുന്നു. നൂറ്റാണ്ടുകളായി ഭാരതത്തിലെ ഹിന്ദു സ്ത്രീകൾ പാലിക്കുന്ന ഒരു നിയമമുണ്ട്. ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ആ സ്ത്രീ ക്ഷേത്രത്തിൽ വരും. ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കും, ഈശ്വരനോട് വയറ്റിലെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രം എവിടെയെങ്കിലും അവിടെ പോകും. കാരണം സുബ്രഹ്മണ്യ സ്വാമിക്ക്
അമ്മയൊരു പാർവതി ഒരു വരം കൊടുത്തിരുന്നു. ഗർഭിണിയായ ഒരു സ്ത്രീ നിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചാൽ ആ വയറ്റിലുള്ള കുട്ടി ആരോഗ്യവാനായി ജീവിക്കാൻ നീ എന്നെ കൻകരം കൊടുക്കാൻ നിനക്ക് അവസരം തന്നിരിക്കുകയാണ്. പാർവതിദേവി സുബ്രഹ്മണ്യൻ രണ്ടാമത് വരം കൊടുത്തു. കൊച്ചു പെൺകുട്ടിയെ കൊണ്ട് നിൻ്റെ അടുത്ത് അമ്മമാർ വന്നാൽ ആ പെൺകുട്ടിയെ ആര് കണ്ടാലും ആകർഷിക്കത്തക്ക രൂപയിൽ സുന്ദര രൂപിയാക്കി മാറ്റാൻ സുബ്രഹ്മണ്യ നിനക്കാണ് അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സുബ്രഹ്മണ്യം എടുത്തിരിക്കുന്ന വാഹനമോ സൗന്ദര്യത്തിൻ്റെ മയിൽപ്പീലി ആടുന്ന ഒരു മയിലിനെ മണ്ടക്കാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ അവിടെ പോകും, ഇല്ലെങ്കിൽ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോകും. എന്നിട്ട് ദൈവത്തോട് പാത്ത ശേഷം ഒരു ഉണ്ണികൃഷ്ണ പടം വാങ്ങി, ഗർഭിണി കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണ പടം ഗർഭിണി കിടക്കുന്ന ബെഡിനടുത്ത് വെച്ചേക്കും. ഉണ്ണികൃഷ്ണൻ്റെ പടം കണ്ടുകൊണ്ട് കിടന്ന ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ ഉണ്ണികൃഷ്ണനെ പോലെ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് ഹിന്ദുമതം വിശ്വസിക്കുന്ന വിശ്വാസം ശാസ്ത്രീയമായി ശരിയാണെന്ന് ഇപ്പം ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ജർമ്മനി ഒരു ഗവേഷണം നടന്നു. 200 ഗർഭിണികളെ ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ ഭയങ്കര മാർക്ക്, ഫിസിക്സും കെമിസ്ട്രി മാത്സും ഒക്കെ ഭയങ്കര മാർക്ക്. അവർ പലരും ശാസ്ത്രജ്ഞന്മാരായി, ശാസ്ത്ര അധ്യാപകരായി. 10-200 ഗർഭിണികൾക്ക് യുദ്ധവീരന്മാരുടെ ജീവിതത്തിൽ വായിക്കാൻ കൊടുത്തു. ജൂലിയസ് സീസർ, നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഫെർണാണ്ടോ ദ ഗ്രേറ്റ്. ആ സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പട്ടാളത്തിലും പോലീസിലും പോയി ചേർന്നു. ആ പോലീസിനോടൊരു സ്നേഹം. വേറെ 200 ഗർഭിണികൾക്ക് കത്തോലിക്ക സഭയുടെ വിശുദ്ധന്മാരുടെ ജീവിതത്തിലും വായിക്കാൻ കൊടുത്തു. കത്തോലിക്ക സഭയുടെ വിശുദ്ധന്മാരുടെ ജീവിതത്തിലും വായിച്ച സ്ത്രീകളിൽ ഭൂരിപക്ഷവും പ്രസവിച്ച കുട്ടികൾ അച്ഛന്മാരും കന്യാസ്ത്രീകളായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അമ്മ ഗർഭവതിയായിരിക്കുന്ന കാലത്ത് ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്താൽ കുട്ടിക്ക് തലച്ചോറിന് ഭയങ്കര ബുദ്ധി ഉണ്ടാവും. അമ്മയുടെ തലച്ചോർ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻ്റലക്ച്വൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് അമ്മയുടെ തലച്ചോർ കയറി ഇറങ്ങിയിട്ട് നേരെ വയറ്റിൽ ചെന്ന് കുഞ്ഞിൻ്റെ തലച്ചോറ് കയറി ഇറങ്ങും. കുഞ്ഞിന് ഓരോ ബുദ്ധിയായിരിക്കും. അതുകൊണ്ട് ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോയി ചേരണം. ആ ടീച്ചപ്പുറത്തെ അങ്ങ് പഠിക്കണം. പ്രസവിച്ചിട്ട് പരീക്ഷ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗർഭകാലത്ത് ഗർഭിണി പഠിച്ചാൽ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് അപാര ബുദ്ധിശക്തിയായിരിക്കും. നിങ്ങൾ ലേഡി ടീച്ചേഴ്സിന് മക്കളെ കണ്ടിട്ടുണ്ടോ? ലേഡി ടീച്ചേഴ്സിന് മക്കൾ പൊതുവെ പഠിക്കാൻ എടുക്കരാ. കാര്യം എന്താണെന്നറിയാമോ? 3 മാസമേ പ്രസവാവധി കിട്ടുള്ളൂ. ബാക്കി 7 മാസം ഈ ഗർഭിണി വയറ്റിൽ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് പഠിപ്പിക്കും. വയറ്റിൽ കിടക്കുന്ന കുട്ടി പകുതി ഫിസിക്സും കെമിസ്ട്രി ബയോളജിയൊക്കെ അങ്ങ് പഠിക്കും. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ ബാക്കി പഠിച്ചാൽ മതി. അതാണ് ലേഡി ടീച്ചേഴ്സിൻ്റെ മക്കൾ പഠിക്കാൻ നല്ല മിടുക്കരാ. അതിൻ്റെ കാരണം എലിസബത്ത് ഹർലോക്കിൻ്റെ വിശ്വപ്രസിദ്ധമായ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന പുസ്തകം ഇത് വായിച്ചപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഗർഭവതിക്കുന്ന 10 മാസം എൻ്റെ അമ്മ TTCക്ക് പഠിക്കാൻ പോയി. 1954 ഗവൺമെൻറ് ഉത്തരവിട്ടു ടീച്ചേഴ്സിന് TTC കമ്പൽസറി. അങ്ങനെ എൻ്റെ അമ്മ, ഞാൻ വയറ്റിൽ കിടന്ന് 10 മാസം അമ്മ TTCക്ക് പഠിക്കുകയായിരുന്നു. ചെറുപ്പത്തിൽ അമ്മ എന്നോട് പറയും, ഞാൻ TTCക്ക് പരീക്ഷ എഴുതിക്കൊണ്ട് നീ വയറ്റിൽ കിടന്ന് ചാടിയിടാ എന്നെ തൊഴിച്ചടാന്നൊക്കെ പറയും. ഞാൻ തിരിച്ചുകൊണ്ട് ഇത് കേട്ട് എലിസബത്ത് ഹർലോക്കിൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത്. ഞാൻ വയറ്റിൽ കിടന്ന് 10 മാസവും അമ്മ TTCക്ക് തകൃതിയായി പഠിച്ചുകൊണ്ടാണ് എനിക്ക് 4 MA 2 PhD IAS ഒക്കെ പാസ്സാകാൻ പറ്റിയെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഈ പുസ്തകം വായിച്ചപ്പോൾ. അപ്പോൾ ഈ ഗർഭിണികൾ ഗർഭകാലത്ത് എന്ത് കേൾക്കുന്നു, എന്ത് വായിക്കുന്നു, കുഞ്ഞിനെ സ്വാധീനിക്കുന്നു ആദ്യമായിട്ട് പറയുന്ന ഭാഗവതത്തിലാണ്. ഈ പ്രഹ്ലാദൻ വയറ്റിൽ കിടന്ന സമയത്ത് ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് നാരദൻ 24 മണിക്കൂർ നാരായണമെന്ന് പറഞ്ഞത് വയറ്റിൽ കിടന്ന് പ്രഹ്ലാദൻ കേട്ട് പഠിച്ചു. പ്രഹ്ലാദൻ ജനിച്ച് വീണപ്പോഴേ നാരായണമെന്ന് പറഞ്ഞ് ജനിച്ചു വിടാൻ തുടങ്ങി. ഈ പ്രഹ്ലാദനെ വരട്ടാൻ വേണ്ടി അപ്പം ഹിരണ്യകശിപു ചോദിച്ചു, എവിടാ അതിൻ്റെ ദൈവം? ഭാഗവത്തിലെ നമ്മളെ സ്പർശിക്കുന്നൊരു ഭാഗമാണ് പ്രഹ്ലാദ സ്തുതി. പ്രഹ്ലാദൻ മറുപടി കൊടുത്തു, മണ്ണിലും വെണ്ണിലും തൂണിലും തൂരുമ്പിലും ദൈവമിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ദൈവം ഉണ്ടല്ലോ, ആകാശത്തിനപ്പുറത്തൊരു സ്വർഗത്തിൽ കയറി പൂട്ടിയാണത്തിരിക്കുക. ഇന്ത്യയുടെ ദൈവം ഉണ്ടല്ലോ, പ്രപഞ്ചം മുഴുവൻ നടന്നിരിക്കുകയാണ്. ഈശോവാസ്യ ഉപനിഷത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈശോവാസ്യം ഇദം സർവം. ദൈവം പ്രപഞ്ചം മുഴുവൻ നടന്നിരിക്കുകയാണ്. ആ വലിയ തത്വം ലോകത്തെ പഠിപ്പിക്കുന്നത് ഭാഗവതത്തിലെ ഈ നരസിംഹാവതാരം വരുന്ന സമയത്ത് പ്രഹ്ലാദൻ ചൊല്ലുന്ന സ്തുതിയിലാണ്. മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. യൂണിവേഴ്സൽ എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ് പഠിപ്പിക്കുകയാണ്. കോസ്മോളജിക്കൽ എക്സിസ്റ്റൻസ് തിയറി ഓഫ് ഗാഡ് പഠിപ്പിക്കുകയാണ് ഭാഗവതം. അപ്പം അങ്ങനെ ശ്രദ്ധേയമായ അവതാരമാണ് നരസിംഹാവതാരം. അത് കഴിഞ്ഞ് അടുത്ത അവതാരം വാമനാവതാരമാണ്. 16,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് 4 അടിപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടമാണ് ഈ കാലഘട്ടം. അങ്ങനെ മഹാബലിയെ പരാജയപ്പെടുത്താൻ വരെയാണ്. മഹാബലി ഓണത്തിന് കാലം നമ്മളൊരു കള്ളക്കഥ പറയും. മഹാബലി കേരളം ഭരിച്ചിരുന്നു. ശുദ്ധ കള്ളമാണ്. മഹാബലി ഇവിടെ നിന്ന് വന്നിട്ടുമില്ല, കേരളമോട്ട് കണ്ടിട്ടുമില്ല. മഹാബലി യാഗം നടത്തിയത് നർമ്മദാ നദിയുടെ തീരത്തിൻ്റെ വടക്ക് വശത്താണ്.
ഞാൻ ആ യാഗഭൂമി കണ്ടിട്ടുണ്ട്. ഈ മഹാബലിയുടെ യാഗം എന്ന സ്ഥലം ഞാൻ പോയി കണ്ട സ്ഥലമാണ്. അപ്പോൾ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു 600 അടി പൊക്കമുള്ള ഒരു വലിയ കെട്ടിടം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മോഡലിൽ പണിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിൻ്റെ അവിടുന്ന് 1 കിലോമീറ്റർ ദൂരെയാണ് ഈ മഹാബലി യാഗം നടത്തിയ ഭൂമി. അവിടെ യാഗം നടത്തിയ സ്ഥലത്ത് വാമനൻ വന്ന് മഹാബലിയെ തോൽപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന കഥ പുരാണത്തിലെ കഥയല്ല. പുരാണത്തിൽ 2 കഥ പറയുന്നുണ്ട്. ഒരു കഥയ്ക്കകത്ത് മഹാബലിയെ പരാജയപ്പെടുത്തിയ ശേഷം വാമനൻ പറഞ്ഞു, മഹാബലി നീ നല്ലൊരു രാജാവാണ്, പക്ഷെ നിനക്കൊരു അഹങ്കാരം, നീ വലിയ ദാനധാരി എന്നൊക്കെ അല്ലേ അതിന് അഹങ്കാരം. നിൻ്റെ അഹങ്കാരം മാറ്റാൻ വേണ്ടി ഞാൻ വന്നാ. നീ ഒരു കാര്യം ചെയ്യ്, 3 വ്യാഴോട്ടം നീ രാജ്യം ഭരിക്കുക. 36 കൊല്ലം മഹാബലിക്ക് രാജ്യം ഭരിക്കാൻ വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞ് മഹാബലി സുതലത്തിൽ പോയി. അവിടെ വാമനൻ പറഞ്ഞു, നിനക്ക് ഞാൻ കാവൽ നിൽക്കുമെന്ന് പറഞ്ഞു. വിഷ്ണു ഭഗവാൻ മഹാബലി കാവൽ നിൽക്കുന്നു. ഇതാണ് പുരാണത്തിലെ ഒരു കഥ. രണ്ടാമത്തെ കഥ എന്താണ്? മഹാബലിയെ പരാജയപ്പെടുത്തിയ ശേഷം വാമനൻ പറഞ്ഞു, മഹാബലി നിനക്ക് ഞാൻ സുതലത്തിൽ ഇതിലും സുന്ദരമായ സ്ഥലം വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം സുതലം, അതിലെ സുതലത്തിൽ പോയി താമസിച്ചു. സുതലം താമസിക്കാൻ നല്ല സ്ഥലം കേട്ടോ. പുരാണം വായിച്ചു നോക്കണം ഓരോ സുതലത്തിലെ പ്രത്യേകത. സ്വർഗത്തെക്കാളും ബെസ്റ്റാണ്. അവിടെ പോയി താമസിച്ചപ്പം വിഷ്ണു വാമനൻ പറഞ്ഞു, ഞാൻ നിന്നെ കാവൽ നിൽക്കുന്നു. ഈ 2 കഥയെ പുരാണത്തിലുള്ളൂ. മലയാളി എന്തെന്നറിയാമോ? മലയാളി ഈ കഥയുടെ ലാസ്റ്റ് സെൻസ് വെട്ടിയൊക്കെ മാറ്റി എന്നിട്ടൊരു കള്ളക്കഥ ഉണ്ടാക്കി. 2 ചൂട് വെച്ചപ്പം 3ാമത്തെ ചൂടൊക്കെ സ്ഥലമില്ലായിരുന്നു. മഹാബലി തല കാണിച്ചു കൊടുത്തു, ചവിട്ടി പാതാളത്തിൽ അങ്ങോട്ട് താർത്തു. ഈ മലയാളിക്ക് വല്ലവരും ചവിട്ടുക കിളയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അതാണ് ഈ ചവിട്ടി താക്കുന്ന കഥ മലയാളി ഇതിനകത്ത് കള്ളമായിട്ട് ചേർത്താൽ മതി. ഈ ലാസ്റ്റ് സെൻസ് ഒരു പുരാണത്തിലും ഇല്ല. അപ്പോൾ ഈ കഥ ലോജിക്കില്ലാത്തൊരു കഥയാണ്. പരന്ന കാലുകൊണ്ട് ഉരുട്ട ഭൂമി അളക്കാൻ പറ്റുമോ? 360 ഉള്ളൊരു ഭൂമിയെ കാലിൻ്റെ അടിവശം പരന്നല്ലേ, പരന്ന കാലുകൊണ്ട് ഉരുണ്ട ഭൂമി അളക്കാൻ പറ്റുമോ? പറ്റിയാൽ. ഇനി സ്വർഗം അളക്കാൻ, ആകാശം അളക്കാൻ പറ്റുമോ? ആകാശം ഭൂമിക്ക് ചുറ്റും 360 ഡിഗ്രിയാണ്. അവിടെ ഇങ്ങനെ അളക്കാനും ചവിട്ടാൻ സാധനമൊന്നുമില്ല. സ്പേസ് അല്ലേ, ശൂന്യാകാശമല്ലേ. അവിടുത്തെ പരന്ന കാലുകൊണ്ട് ശൂന്യാകാശത്തെ അളക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പം കഥ ലോജിക്കില്ലാത്തൊരു കഥയാണ്. പക്ഷെ എൻ്റെ പഠനഫലം എന്താണ്? മഹാബലിയെ ചിരഞ്ജീവിയാക്കി മാറ്റി. 7 പേരാണ് ചിരഞ്ജീവികൾ, മരണമില്ലാത്തവർ. അശ്വത്ഥാമ, ബലി, വ്യാസോ, ഹനുമന്തോ, വിഭീഷണ. 7 പേരാണ്, 5 അങ്ങനെ 7 പേരുണ്ട്. അപ്പോൾ ബലി 2ാമത്തെ ചിരഞ്ജീവിയാണ്. അശ്വത്ഥാമ പരമശിവൻ്റെ അവതാരമാണ്. ബലി മനുഷ്യനായിട്ട് ജനിച്ച ആളാണ്. പിന്നെ വ്യാസൻ 21 ലക്ഷം ശ്ലോകം എഴുതിയ വ്യാസൻ. ഹനുമാൻ വീണ്ടും പരമശിവൻ്റെ അവതാരമാണ്, ഹനുമാൻ. പിന്നെ വിഭീഷണൻ. 7 പേര്. അദ്ദേഹം ചിരഞ്ജീവിയായി മാറി. അപ്പോൾ ഈ കഥയിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? 1, വാമൻ ഇങ്ങനെ ചെറിയ രൂപത്തിൽ വന്നപ്പോൾ മഹാബലി 6.5 അടി പൊക്കമുള്ള മനുഷ്യനാണ്. പിന്നെ ആരോടായി കുറുമ്പൻ വന്നിരിക്കുന്നത്? നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. ശത്രുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ പരാജയം ഉറപ്പാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് കുട്ടി വിചാരിച്ചാണ്ടല്ലോ ആ പരീക്ഷയ്ക്ക് വലിയ റാങ്കൊന്നും കിട്ടത്തില്ല. അയ്യോ ഭയങ്കര പരീക്ഷ, ഞാൻ പകുതിയെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് രാത്രി മുതൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയുണ്ടല്ലോ, അവന് A+ അതിൻ്റെ മുകളിൽ അടിച്ച് മേളിൽ വരും. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. ആ വാമന അവതാരത്തിൽ നിന്നാണ് മലയാള ഭാഷയിൽ വലിയൊരു പഴമൊഴി ഉണ്ടായത്. ആളിൽ കുറിയവരെ വിശ്വസിക്കരുത്. ഈ നാലടിപ്പൊക്കമുള്ള വാമനനെ മനസ്സിലാക്കാൻ മഹാബലിക്ക് പറ്റിയില്ല, തോറ്റുപോയി. ആളിൽ കുറിയവരെ വിശ്വസിക്കരുത്. തമിഴിന് അതിലും ബെസ്റ്റാണ് അവൻ്റെ പഴമൊഴി. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. കള്ളൻ വല്ലപ്പോഴും പറ്റിയും കുള്ളനെ എപ്പോഴും പറ്റിച്ചളയാണ് കുള്ളൻ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമാണ്. അതിനെ തിരിച്ചിടാൻ വേണ്ടിയാണ് ഫ്രാൻസിൽ പ്രസിദ്ധനായ വിക്ടർ ഹ്യൂഗോ ദ ഹഞ്ച് ബാക്ക് ഓഫ് നോത്രഡാം എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്, ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെ നീളം കുറഞ്ഞ ഹഞ്ച് ബാക്ക് അത്ഭുതം സൃഷ്ടിച്ചു എന്നുള്ള കഥ. ഈ വാമനൻ്റെ കഥ വിക്ടർ ഹ്യൂഗോ വേറൊരു രൂപത്തിലാണ് യൂറോപ്പിൽ നോവലിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ നേരിടുന്ന ഒരു ടാസ്കിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അതിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം പരിശ്രമിക്കാൻ. പിന്നെ വാമനൻ മഹാബലി ചതിച്ചില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. വാമനൻ മഹാബലി ചതിച്ചില്ല. മഹാബലി ഇരിക്കുന്നതിനേക്കാൾ വലിയ കസലിലോട്ട് മാറ്റുകയും അദ്ദേഹത്തെ സുതലത്തിൽ കൊണ്ടുപോയി അദ്ദേഹം തന്നെ കാവൽ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ കുറച്ചിട്ടില്ല. ഇനി പെർമനന്റ് ശത്രുക്കളായോ? ഇല്ല, പെർമനന്റ് ശത്രുക്കളായില്ല എന്നുള്ള പുരാണം വായിക്കാൻ മനസ്സിലാവണം. മഹാബലിയുടെ മകനായിരുന്നു ബാണൻ. ബാണൻ്റെ മകളായിരുന്നു ഉഷ. ആ വാമനൻ 2ാം അവതാരം കഴിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണനായി. ശ്രീകൃഷ്ണൻ്റെ മകൻ്റെ മകൻ അനിരുദ്ധൻ കയറി ഉഷയെ പ്രേമിച്ച് അവസാനം
രണ്ടുപേരുടെ കല്യാണം നടത്തി. അതായത് 2 തലമുറ കഴിഞ്ഞപ്പോൾ മഹാബലിയുടെയും വാമനയുടെയും കൊച്ചുമക്കൾ തമ്മിൽ കല്യാണം കഴിച്ച്. മലയാളത്തിൽ പ്രസിദ്ധമായ കാവ്യമുണ്ട്, ബന്ധനസ്ഥനായ അനിരുദ്ധൻ. സുന്ദരമായ കഥയാണ്. അപ്പോൾ പെർമനന്റ് ശത്രുക്കളായോ? ഇല്ല. 2 തലമുറ കഴിഞ്ഞപ്പോൾ ബന്ധുക്കളായി മാറി. ഭൂമിയിൽ ഒരിക്കലും പെർമനന്റ് എനിമിറ്റി പാടില്ല. ഒരു പ്രശ്നത്തിൽ തർക്കം ഉണ്ടായാൽ അടുത്ത പ്രശ്നത്തിൽ യോജിച്ചോണം. ഭാഗവതം പറഞ്ഞ് കഥ പറയും, രുക്മിണി സ്വയംവരത്തിൻ്റെ കഥ പറയും. രുക്മിണിയെ കല്യാണം കഴിഞ്ഞ് ആങ്ങളെ എതിർത്ത് ഭഗവാൻ കൃഷ്ണൻ അടിച്ചവനെ താഴെ ഇട്ടിട്ട് രുക്മിണിയെ കൊണ്ടിഞ്ഞ് വന്ന് ഞാൻ കൊടുങ്ങല്ലൂർ സപ്താഹത്തിന് പോയി. യജ്ഞാചാര്യൻ്റെ പ്രസംഗം കഴിഞ്ഞ് രുക്മിണി സ്വയംവരം കൊണ്ട് പറഞ്ഞ് നിർത്തി. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ പ്രസംഗമാണ്. അപ്പോൾ ജനക്കൂട്ടം ചെറുപ്പക്കാരൻ എഴുതേറ്റ്. യജ്ഞാചാര്യ ഇപ്പം എനിക്ക് ആരും മനസ്സിലായി. എനിക്കൊരു പെണ്ണിനോട് പ്രേമം ഉണ്ടായിരുന്നു. അവളുടെ ആളെ അടിച്ചിട്ടിട്ട് അവളെ കൊണ്ടുവരാം അല്ലേ യജ്ഞാചാര്യ എന്ന് ആ കോളേജിൽ പഠിക്കുന്ന പയ്യൻ്റെ തലയിൽ കയറി. അതാ രുക്മിണി സ്വയംവരം കേട്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ആ രുക്മിയെ രാജാവാക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ രുക്മിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. രുക്മിയുടെ ശത്രു സാലനെ കൊന്നു. രുക്മിയെ പിടിച്ച് രാജാവാക്കി. ഈ രുക്മിണിയുടെ സഹോദരനെ, ഈ ഭഗവാൻ കൃഷ്ണൻ താഴെയിട്ട് കെട്ടിയ ആളിനെ, എന്നിട്ട് രുക്മിണിക്ക് ജനിച്ച മകനെ ആ രുക്മിയുടെ മോളെ കൊണ്ട് കെട്ടിച്ച്. നായന്മാർ അമ്മാവൻ്റെ മോളെ കെട്ടുകയല്ലേ, ആ പരിപാടി തുടങ്ങിയത് ഭാഗവതത്തിലാണ്. ഈ രുക്മിണിയുടെ മോനെ കൊണ്ട് രുക്മിയുടെ മോനെ കല്യാണം കഴിച്ചു. ഭാഗവതം വായിക്കണം. അല്ലാതെ ആളെ അടിച്ചിട്ട് പെങ്ങളെ കൊണ്ടുവന്ന കാര്യം മാത്രം പഠിച്ചാക്കത്തില്ല. ആ ഭാഗവതത്തിൽ പിന്നെന്ത് സംഭവിച്ചെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ രുക്മിണി സ്വയംവരത്തിൻ്റെ സാരം മനസ്സിലാകുന്നത്. അപ്പോൾ ഈ വാമനൻ്റെ കഥയിൽ നമ്മൾ മനസ്സിലാക്കണം, നെവർ അണ്ടർസ്റ്റിമേറ്റ് ആൻ എനിമി. പിന്നെ വളരെ ശ്രദ്ധേയമായി നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, മഹാബലി തെറ്റായ ഒരു കാര്യം ചെയ്തില്ല, അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഹി വാസ് എലിവേറ്റഡ് ടു ഹയർ പൊസിഷൻ. അദ്ദേഹം സുതലത്തിൽ താമസിപ്പിച്ചു. അദ്ദേഹത്തെ ചിരഞ്ജീവിയാക്കി മാറ്റി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യത്തിൽ നമ്മൾ എതിർക്കുന്ന ഒരു ശത്രുവിനെ പെർമനന്റ് ശത്രുവായി കളയരുത്. ആ പർട്ടിക്കുലർ ഇഷ്യൂ കഴിയുമ്പോൾ നാളെ സുഹൃത്തായി മാറ്റാൻ നമുക്ക് കഴിയണം. നമ്മളെ പഠിപ്പിക്കുകയാണ് വാമനാവതാരം. അടുത്ത അവതാരം പരശുരാമനാണ്. പരശുരാമൻ ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കും. ഹണ്ടർ ഗാദറായി മനുഷ്യൻ ജീവിച്ച കാലമാണ് പരശുരാമൻ്റെ കാലഘട്ടം. ഈ മഴ ഉപയോഗിച്ച് ശത്രുവിനെ വെട്ടാം, മരം വെട്ടാം, അങ്ങനെ പല പല പരിപാടികളാണ്. പരശുരാമൻ പോകുന്നിടത്തൊക്കെ വിജയം നേടിയ ഒരു രാമനാണ്. പക്ഷെ ആ പരശുരാമൻ, മലയാളികൾ പറയുന്ന മറ്റൊരു കള്ളക്കഥയുണ്ട്. എന്താണെന്നറിയോ? പരശുരാമൻ വന്ന് ഗോവർണത്തിന് മഴ കൊടുത്തൊരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. അത് കന്യാകുമാരി ചെന്ന് വീണപ്പോൾ കേരളം ഇങ്ങുണ്ടായി. ഒരു പുരാണത്തിലെ കഥയില്ല, മലയാളി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ്. 7-ാം നൂറ്റാണ്ടിൽ കൊങ്കണ തീരത്ത് നിന്ന്, ഗോവ കൊങ്കണ തീരത്ത് നിന്ന് മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണർ കേരളത്തിലേക്ക് വന്നു. അവർ ആ ദേശത്തിന് വിളിക്കുന്നവരാണ് കാദംബ ദേശം. ആ കാദംബ ദേശത്ത് നിന്ന് അവർ വന്ന് താമസ സ്ഥലങ്ങൾ കടമ്പനിട്ട, കടമ്പനാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളാണ്. കാദംബരവും താമസസ്ഥലമാണ്. കടമ്പനിട്ട രാമകൃഷ്ണൻ്റെ സ്ഥലമൊക്കെ ഇല്ലേ, കാദംബരവും താമസസ്ഥലമാണ്. ഈ കാദംബരം കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലൊരു ഫിനോമിനൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ കടൽ ഇങ്ങനെ പുറകോട്ട് മാറുകയാണ്. പൊന്നാനി തുറമുഖം കടലിനടിയിലായിരുന്നു. കടലങ്ങ് മാറി പൊന്നാനി തുറമുഖം പൊങ്ങി വന്നു. തൃപ്പൂണിത്തുറ ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിരുന്നു കടൽ നിന്നിരുന്നത്. തുറയെന്ന് പറഞ്ഞാൽ തുറമുഖം. തൃപ്പൂണിത്തുറ നിന്ന കടല് 30 കിലോമീറ്റർ പുറകോട്ട് മാറി. ഇപ്പോൾ ഹൈക്കോടതിയുടെ അവിടെ നിന്ന് പോയി, അവിടെ ഈ കടലിൻ്റെ അറ്റം. വൈക്കം എന്ന് പറഞ്ഞാൽ പുതിയ ഭൂമി. കടൽ പിന്നോട്ട് മാറി പൊങ്ങി വന്ന ഭൂമി, അതാണ് വൈക്കം. കടൽ പുറകോട്ട് മാറിയപ്പം അവിടെ ആ പുതിയ ഭൂമിയിൽ നമ്മൾ ക്ഷേത്രം പണിഞ്ഞു, വൈക്കം ക്ഷേത്രം പണിഞ്ഞു. കടുത്തുരുത്തി, കടൽ തുരുത്തം എന്ന് പറഞ്ഞാൽ തുറമുഖം, അവിടെയായിരുന്നു തുറമുഖം. അവിടെ കടലൊരു 30 കിലോമീറ്റർ പുറകോട്ട് മാറി. ഇപ്പോൾ കടുത്തുരുത്തി കടലുമില്ല, തുറമുഖമില്ല, കരയായി മാറി. ഏറ്റുമാനൂർ കടലിനടിയിലാണ്. ഏറ്റുമാനൂർ വാക്കിനർത്ഥം മണ്ണേറി വന്ന് നിരപ്പായ സ്ഥലം ഏറ്റുമാനൂർ. കടൽ പുറകോട്ട് മാറിയപ്പോൾ അവിടെ നമ്മൾ ക്ഷേത്രം പണിഞ്ഞു, ഏറ്റുമാനൂർ ക്ഷേത്രം പണിഞ്ഞു. കോട്ടയം പട്ടണം തൊട്ട് 1 കിലോമീറ്റർ തെക്കാണ് കോടിമത പാലം. അവിടെയായിരുന്നു കടൽ. തിരമാലകൾ കോടി മതിക്കുന്ന സ്ഥലം, അതാണ് കോടിമത എന്ന് പറയുന്നത്. കുമരകം, മണ്ണ് കുമരകി പൊങ്ങി വന്ന സ്ഥലമാണ് കുമരകം. നിരണം, നീരണയുന്ന സ്ഥലം, തിരമാല അടിക്കുന്ന സ്ഥലം നിരണം. എന്നാൽ ചവറ തൊട്ട് തെക്കോട്ടൊരു 22 കിലോമീറ്റർ നീളത്തിൽ കടലൊക്കെ പുറകോട്ട് മാറി. അപ്പോൾ ഒരു നീണ്ട കര പൊങ്ങി വന്നു. അതിനെ അവർ നീണ്ട കരയെന്ന് വിളിച്ചു. കടലിൽ നിന്ന് പൊങ്ങിയെന്ന നീണ്ട കര. പെരുന്നേലെ NSS ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ഒരു കിണർ ഒഴിക്കാൻ തീരുമാനിച്ചു. കിണർ അങ്ങോട്ട് കുഴിച്ചിട്ട് 30 കഴിയുന്ന ഒരു കപ്പലിരിക്കുന്നു കിണർ കുഴിച്ചെല്ലുന്ന മണ്ണിനടിയിൽ. അപ്പോൾ നാരായണ പണിക്കലായിരുന്നു.
എന്നെ വിളിച്ച് പറഞ്ഞു, SP പെട്ടെന്ന് വാ, ഇവിടെ ഒരു മണ്ണിനടിയിൽ ഒരു കപ്പൽ. ഞാൻ കോട്ടയം SP യാണ്. ഞാൻ വണ്ടി വിട്ട് ഓടി പെരുന്നേ ചെന്നപ്പോൾ എന്താണ്, 25 അടി താഴെ മണ്ണിനടിയിൽ ഒരു കപ്പലിരിക്കുക. കാരണം അവിടെ ആയിരുന്നു, പെരുന്നേലായിരുന്നു കടലുണ്ടായിരുന്നത്. അപ്പോൾ കടൽ ഇങ്ങോട്ട് പുറകോട്ട് മാറുന്ന പ്രോസസ്സിലെ സംഘർഷത്തിലെ മണ്ണും മണലും വീണി ഈ കപ്പലിൻ്റെ മണ്ടയ്ക്ക് അങ്ങ് മണ്ണായിപ്പോയി. ഞങ്ങൾ പിന്നെ മണ്ണൊക്കെ മാറ്റി കപ്പൽ കാണത്തക്ക പരിവാക്കി വെച്ചിരിക്കുകയാണ്. പെരുന്നയായിരുന്നു കടൽ തീരം. അപ്പോൾ ഇങ്ങനെ മണ്ണ് കടൽ മാറി കരയായ ഫിനോമിനൻ കണ്ട അവരെ ഒരു കഥയുണ്ടാക്കി. പുരാണത്തിൽ ഇല്ലാത്തൊരു കഥയുണ്ടാക്കി. പരശുരാമൻ മഴുവെറിഞ്ഞു, കേരളം ഒഴിഞ്ഞ് പൊങ്ങി വന്നു, അത് പരശുരാമൻ എല്ലാവർക്കും ദാനം ചെയ്തു എന്നൊരു കഥയാണ്. പോട്ട് ബാക്കിയാരും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ കഥ നമ്മൾ മനസ്സിലാക്കേണ്ട കഥയുണ്ട്. എന്താണെന്നറിയാമോ? മഴു എന്തിനേയും വെട്ടാനും എന്തിനേയും കൊല്ലാനും ഉപയോഗിക്കുന്നൊരു സാധനമാണ്. പക്ഷെ അതേ മഴു കേരളം പോലെ സമ്പൽ സമൃദ്ധമായ സസ്യശാമ പ്രകൃതി ഉണ്ടാക്കുന്ന ഭൂമിയാക്കി മാറ്റാനും അതേ മഴു ആയുധമായി. നമ്മുടെ അരിക്കുന്ന പിച്ചാത്തി കൊണ്ട് നമുക്ക് കറി അരിഞ്ഞിട്ട് കറി വെക്കാം. വെണ്ടക്കായും വഴുതനങ്ങ അരിഞ്ഞ് കറി വെക്കാം. അതേ പിച്ചാത്തി അടുത്തേക്കുന്ന ആളിൻ്റെ വയറ്റിലോട്ടോ കൊങ്ങയ്ക്കോ വെച്ചൊരു കയറ്റ് കൊടുത്താൽ ആൾ ചത്തു. നമ്മുടെ കയ്യിലിരിക്കുന്ന പേന കൊണ്ട് നമുക്ക് സുന്ദരമായി കവിത എഴുതാം, പുസ്തകം എഴുതാം. പക്ഷെ അതേ പേന വെച്ച് ഒരുത്തൻ്റെ അവൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും ഇല്ലാത്ത കഥകൾ അങ്ങോട്ട് പറഞ്ഞ് പബ്ലിഷ് ചെയ്താൽ ചിലപ്പോൾ ആത്മഹത്യ പോയി കലാശിക്കും. ഈശ്വരൻ നമുക്ക് തന്ന കഴിവുകളെ പ്രയോജനപ്രദമായി വിനിയോഗിക്കുക. ഈശ്വരൻ നമുക്ക് തന്ന കഴിവിനെ മറ്റൊരു മനുഷ്യനും ദുഃഖം ഉണ്ടാക്കാനോ ഉപയോഗിക്കാതിരിക്കുക. പരശുരാമൻ്റെ മഴ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി അതേ പരശുരാമൻ തന്നെ ആയുധം നടക്കുന്ന പരശുരാമനാണ്. അദ്ദേഹമാണ് ലോകത്തിൽ ആദ്യത്തെ കോളേജ് ഉണ്ടാക്കിയത്. പരശുരാമനാണ് ഗുരുകുലം ഉണ്ടാക്കിയത്. ആ ഗുരുകുലത്തിൽ പഠിച്ച ആരൊക്കെയാണ്? ഭീഷ്മാചാര്യൻ പരശുരാമൻ്റെ ശിഷ്യനാണ്. ദ്രോണാചാര്യൻ പരശുരാമൻ്റെ ശിഷ്യനാണ്. പാഞ്ചാലയുടെ അപ്പൻ അവിടുത്തെ ശിഷ്യനാണ്. പരശുരാമൻ ഉണ്ടാക്കിയ കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് പുരാണത്തിൽ നോക്കിയേ 10-36 എണ്ണം. ഭയങ്കരമായി. അപ്പോൾ മഴുവയിൽ നടക്കുന്നൊരു മനുഷ്യൻ കോളേജ് സ്ഥാപിച്ചു. നിങ്ങൾക്ക് എനിക്കും ഭൂമി ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പടുത്തുയർത്തുക. ഒരുപാട് പണ്ഡിതന്മാരവിടെ പഠിച്ചിറങ്ങും. നമ്മുടെ കുട്ടികളെ അതുപോലെ ഗുരുകുലത്തിൽ വിട്ട് പഠിപ്പിക്കുക. അവർ വലിയവരായിത്തീരും. അപ്പോൾ രാജ്യം ഭരിക്കുക, ശത്രുക്കളെ അമർച്ച ചെയ്യുക ഒക്കെ ചെയ്യുകയാണ്. പിന്നെ അദ്ദേഹം ക്ഷത്രിയ സംഗ്രഹം വരുത്തി. ആരെയാ കൊന്നത്? ബാഡ് ക്ഷത്രിയൻ. തെറ്റുകാർ ചെയ്ത ക്ഷത്രിയന്മാരെ ഒതുക്കി, ബാക്കിയുള്ളവരെ സംരക്ഷിച്ചു. അപ്പോൾ തെറ്റിനെ അമർച്ച ചെയ്യണം, ശരിയെ ഉയർത്തണം. പരശുരാമൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരശുരാമാവതാരം കഴിയുമ്പോൾ ശ്രീരാമാവതാരമാണ്. ശ്രീരാമാവതാരം വളരെ പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീരാമൻ ആരാണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ശ്രീരാമനാണ് രാമരാജ്യം ഉണ്ടാക്കിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ എങ്ങനെ കെട്ടിപ്പടുത്തണമെന്ന് ചോദിച്ചപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യയെ രാമരാജ്യമാക്കി മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം എന്തായി രാമരാജ്യം? അത് രാമായണം കൃത്യമായിട്ട് വായിക്കണം, ഭാഗവതവും രാമായണം വായിക്കണം. ശ്രീരാമൻ ആദ്യമായി ഭരണത്തിൽ വന്നപ്പോഴാണ് മന്ത്രിമാരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ദശരഥന് 2-3 വരെ സഹായികളെ വെച്ചിരുന്നു. പക്ഷേ ശ്രീരാമൻ അതിനെ ഒരു മന്ത്രിസഭയാക്കി മാറ്റി. ആ മന്ത്രിമാരെ വിളിച്ച പേരാണ് അമാത്യൻ. അനിയനായ ഭരതനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കി, ലക്ഷ്മണനെ പിടിച്ച് പ്രതിരോധ മന്ത്രിയാക്കി, ശത്രുഘ്നെ പിടിച്ച് ഫൈനാൻസ് മിനിസ്റ്ററാക്കി. അങ്ങനെ 8 സിവിൽ അമാത്യൻസ്. 2 പേര് പുരോഹിത അമാത്യൻസാണ്. വസിഷ്ഠനും വേറൊരാളും 2 എണ്ണം. 10 അംഗ മന്ത്രിസഭ. ആദ്യത്തെ മന്ത്രിസഭ കൂടി ശ്രീരാമൻ പറഞ്ഞു, ഞാൻ നിങ്ങളെയൊക്കെ മന്ത്രിയായിട്ട് വെച്ച് എന്തിനാണെന്നറിയാമോ? ഞാൻ ചെറുപ്പമാണ്, എനിക്ക് 32 വയസ്സേ ഉള്ളൂ. 14 വർഷം ഞാൻ വനത്തിലായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയാൽ എനിക്ക് മാത്രമല്ല രാജ്യത്തിലെ പ്രജകൾക്കെല്ലാം ദോഷകരമാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ രാജാവെ അങ്ങ് പറഞ്ഞ മണ്ടത്തരമെന്ന് പറഞ്ഞു തരണം. ഞാനൊരു തെറ്റ് ചെയ്യാൻ പോയാൽ രാജാവെ തെറ്റ് ചെയ്യരുത്, അനേകായിരം പേർക്ക് ദോഷമുണ്ടാവും എന്ന് എനിക്ക് പറഞ്ഞു തരണം. അതിനാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത് മന്ത്രിമാരെ. ഇപ്പോഴെങ്ങാണ് ഏതെങ്കിലും മന്ത്രി നരേന്ദ്രമോദിയോടോ പിണറായി വിജയനോ നേതൃത്വം പറയാമോ? മന്ത്രിയുടെ വിവരം അറിയും പിറ്റേ ദിവസം രാവിലെ. ശ്രീരാമൻ പറഞ്ഞല്ല, എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കും. അത് കഴിഞ്ഞ് ശ്രീരാമൻ എന്ത് ചെയ്തു? മന്ത്രിമാരോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഒരു കരം കൂട്ടണം. ശ്രീരാമൻ ചായന്താ, അതെ, നമുക്ക് ഇച്ചിരി കരം കൂട്ടിയാലേ രാജ്യത്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രീരാമൻ അയോധ്യയിലിറങ്ങി ജനോട് ചോദിച്ചു, കരം കുറവല്ലേ? പറഞ്ഞു, പൊന്ന് തമ്പരാനെ ഒരു രക്ഷയില്ല. അങ്ങയുടെ അച്ഛൻ പോയി ദേവാസുര യുദ്ധം ചെയ്ത് നശിപ്പിച്ച് കരം കയറ്റി മുടക്കി, കരം കൂട്ടിയിട്ട് ഞങ്ങൾക്ക് കരം കൊടുത്തിട്ട് കൃഷി ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്തിട്ട് 5-8 കൊല്ലമായി. ഞങ്ങളുടെ കൃഷിഭൂമി മുഴുവൻ പാറക്കല്ലുകളിൽ കിടക്കുകയാണ്. ദശരഥന് ദേവാസുര യുദ്ധം നടത്തിയത് കൂടാതെ അയാൾക്ക് 3 ഭാര്യയും 50 വെപ്പാട്ടിയായിരുന്നു.
നമ്മൾ ഈ കൗസല്യയുടെയും കൈകയുടെയും സുഭദ്രയുടെയും പേരെ കേൾക്കുള്ളൂ. അയാൾക്ക് വേറെ 50 സ്റ്റെപ്പിനീസ് വേറെ ഉണ്ടായിരുന്നു. 53 രാമായണം തന്നെ പറയുന്നുണ്ട് 53 53 ഭാര്യമാരെ കൊണ്ടു നടക്കണമെങ്കിൽ രാജ്യം മുടിച്ചു അവളെ പറ്റിയ പേര്. ശ്രീരാമൻ രണ്ടും കൂടെ കേട്ട ശേഷം ഒരു ഉത്തരവിട്ടു. അതാണ് ഗോൾഡൻ മീൻ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഗോൾഡൻ മീൻ. അദ്ദേഹം 20% ടാക്സ്. നിങ്ങളുടെ പുരയിടത്ത് നിങ്ങൾ കൃഷി 100 പറ നെല്ലുണ്ടായാൽ 20 പറ നെല്ല് രാഷ്ട്രത്തിന് തരണം, 80 പറ നെല്ല് നിങ്ങൾക്ക് എടുക്കാം. അതേ ഭൂമി നിങ്ങൾ കൃഷി 200 പറ നെല്ലുണ്ടാക്കിയോ, നിങ്ങൾ 40 പറ നെല്ല് രാജ്യത്തിന് കൊടുക്കണം, 160 പറ നിങ്ങൾക്ക് എടുക്കാം. 20% ടാക്സ് ആയപ്പോൾ അയോധ്യയിലെ ജനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അയോധ്യ സമ്പൽ സമൃദ്ധമായി, അയോധ്യ സസ്യശ്യാമളമായി. 20% ടാക്സ് ആക്കിയപ്പോൾ. ഇതാണ് രാമരാജ്യത്തിൻ്റെ ഉത്ഭവം. ഈ പറയാൻ വേണ്ടി സംസ്കൃതത്തിൽ വ്യംഗ്യാർത്ഥപദത്തിലൊരു കഥ പറഞ്ഞു. അത് തെറ്റിദ്ധരിച്ച് നമ്മളിപ്പോൾ ആ കഥ കേൾക്കുന്നൊരു ഒരു ബലാത്സംഗ കഥയായിട്ടാണ്. ഗൗതമൻ്റെ ഭാര്യ അഹല്യയെ ദേവേന്ദ്രനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അവളെ ശവിച്ചൊരു പാറയാക്കി. ത്രേതായുഗത്തിൽ ശ്രീരാമൻ എന്നൊരു ചവിട്ട് കൊടുത്തപ്പോൾ പാറയെന്ന് അഹല്യ പുറത്തു വന്നു. ഇതാണ് നമ്മൾ കേൾക്കുന്ന കഥ. ശുദ്ധ പൊട്ടക്കഥയാണ്. അഹല്യ എന്ന് പറഞ്ഞാൽ ഹല്യം ചെയ്യപ്പെടാത്ത ഭൂമി. ഹലോ എന്ന് പറഞ്ഞാൽ കലപ്പ. കലപ്പ കൊണ്ട് ഉഴുതു മറിക്കാത്ത ഭൂമി എന്നാണ് അഹല്യ എന്ന വാക്കിൻ്റെ അർത്ഥം. ഗൗതമൻ, ഗൗ എന്ന് പറഞ്ഞാൽ ഭൂമി, അതേ വാക്കിനാണ് ഗോവ്, പശു, ഗുണകരമായ എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഗോവിൻ്റെ ഉടമസ്ഥനായ ഗൗതമൻ കർഷകൻ. കർഷകനായ ഗൗതമൻ ഉഴുതു മറിക്കാത്തതുകൊണ്ട് ഭൂമി അഹല്യയെ കിടന്നു, പാറയെ കിടന്നു. ദേവേന്ദ്രൻ മഴയുടെ ഇടിയുടെയൊക്കെ ദേവനാണ്. അതേ ആകാശത്ത് നിന്ന് മഴ പെയ്ച്ചു നോക്കി, ഇടിവെട്ടിച്ച് നോക്കി, ഒന്നും സംഭവിച്ചില്ല, പാറയായിട്ട് തന്നെ കടന്നു. ശ്രീരാമൻ തൻ്റെ അഗ്രികൾച്ചർ പോളിസിയിലൂടെ അയോധ്യയെ സമ്പൽ സമൃദ്ധമായ അയോധ്യയാക്കി മാറ്റി. രാമായണത്തിൽ എവിടെയെങ്കിലും ചവിട്ടിയായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. രാമായണത്തിൽ അഹല്യയെ കണ്ടാൽ മനസ്സിലാവാത്തതുകൊണ്ടൊരു മേഘരൂപത്തിലായിപ്പോയി. ശ്രീരാമൻ വന്ന അഹല്യാശ്രമത്തിൽ, ഗൗതമാശ്രമത്തിൽ പ്രവേശിച്ചപ്പോൾ ഈ മൂടാപ്പോലിരുന്നതിനെ ശ്രീരാമൻ തൊട്ടപ്പോൾ അഹല്യയെ കാണാൻ പറ്റി എന്ന് മാത്രമേ രാമായണത്തിലെ കഥയുള്ളൂ. ഇനി ഇതേ കഥ പറയുന്നത് രണ്ടാമതൊരു കഥയുണ്ട്. അവിടെ അഹല്യയെ കണ്ടാൽ മനസ്സിലാവാത്ത പരിവായപ്പോൾ ശ്രീരാമൻ വന്ന് അഹല്യാശ്രമത്തിലോട്ട് കാല് ചവിട്ടി വെച്ചപ്പോൾ, അകത്തോട്ട് കയറിയപ്പോൾ പെട്ടെന്ന് കാണപ്പെടുന്ന അഹല്യ സുന്ദരിയായി കാണപ്പെട്ടു. ഇത് 2 പുരാണത്തിലെ കഥയുള്ളൂ. അഹല്യ ചവിട്ടുന്ന ഒരു ഭാവവും രാമായണത്തിലുമില്ല, വേറൊരു കഥയിലില്ല. ഇത് മനുഷ്യൻ ചുമ്മാ ഉണ്ടാക്കുന്ന കഥയാണ്. ഇപ്പോൾ കേരളത്തിൽ ചിത്രരാമായണം വരച്ച അമ്പലപ്പുഴയിൽ 1000 ചിത്രങ്ങളായിട്ട് രാമായണ കഥ വരയ്ക്കുകയാണ്. അതിൽ ശ്രീരാമൻ പാറയെ ചവിട്ടുന്നില്ല. കാരണം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ ഒരു സ്ത്രീ പാറയെ കിടക്കുമ്പോഴും സ്ത്രീയെ ചവിട്ടാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ശ്രീരാമൻ വലത്തെ കാലിൻ്റെ പൊക്കി ഇടത്തെ കൈകൊണ്ട് കാലിനടി തട്ടിയപ്പോൾ 2-3 മണൽത്തരിയെ പാറയിലേക്ക് വീഴുകയും അവിടുന്ന് അഹല്യ പുറത്തേക്ക് വരുന്ന ചിത്രരാമായണം. ആ ചിത്രരാമായണം കേരള യൂണിവേഴ്സിറ്റി വിട്ട് പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1000 രൂപ വിലയുള്ള പുസ്തകം. ഞാനിത് വാങ്ങിച്ചെൻ്റെ വെച്ചിട്ടുണ്ട്. സ്ത്രീകളെ എത്രമാത്രം ബഹുമാനിച്ചിരുന്നു അമ്പലപ്പുഴയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള സൂചനയാണ്. പാറയെ കിടക്കുന്ന അഹല്യയെ ശ്രീരാമൻ ചവിട്ടുന്നില്ല. ഇനി മലയാള സിനിമയിൽ ഈ സംഭവം വന്നു. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവന കൊണ്ടും തൊട്ടപ്പോൾ തന്നെ കാട്ടിലെ കല്ല് മോഹിനിയായി. ചവിട്ടില്ല, കാലുകൊണ്ടും തൊട്ടതേ ഉള്ളൂ മലയാള സിനിമയിൽ. അപ്പോൾ ഒരു വ്യംഗ്യാർത്ഥത്തിൽ സംസ്കൃതക്കാർ പറഞ്ഞത് ഒരു ബലാത്സംഗ കഥയായിട്ട് മാറ്റിക്കളഞ്ഞു. അപ്പോൾ സമ്പൽ സമൃദ്ധമായ അയോധ്യ ഉണ്ടാക്കി. ഹിന്ദു രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ടാക്സ് 20%. സുൽത്താന്മാർ വന്നപ്പോൾ 36%, മുഗളന്മാർ വന്നപ്പോൾ 46%, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ 58%. 58% പലിശ കൊടുത്തിട്ട് ടാക്സ് കൊടുത്ത് ജനങ്ങൾ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ സമ്പൽ സമർത്ഥമായി ഇന്ത്യ ദരിദ്രന്മാരുടെ ഇന്ത്യയായി മാറി. ഇപ്പോഴോ സ്വാതന്ത്ര്യം കിട്ടി 77 വർഷം കഴിഞ്ഞു. നമ്മൾ 100 രൂപ ഉണ്ടാക്കിയാൽ 78 രൂപ ടാക്സ്, നമുക്ക് കിട്ടുന്ന 22 രൂപ. ഇൻകം ടാക്സ് 30%, GST 18%. നമ്മുടെ വല്യപ്പം നമുക്കൊരു വീട് തന്നിട്ടുണ്ടെങ്കിൽ 10,000 രൂപ. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ടാക്സ്, സെയിൽ ടാക്സും GST എല്ലാം കൂടെ കൂട്ടിയാൽ നമ്മളുണ്ടാക്കുന്ന 100 രൂപയിൽ 78% ടാക്സാണ്. നമുക്ക് അതിനകത്ത് ബാക്കി കിട്ടുന്നത് 28%. ശ്രീരാമൻ നമുക്ക് 80% തന്നു. 77 കൊല്ലം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്ക് കിട്ടുന്നത് 22 രൂപയാണ്. നമ്മുടെ ടാക്സ് 78%. അവിടെയാണ് ശ്രീരാമൻ്റെ ടാക്സേഷൻ. ഇനി ശ്രീരാമൻ ഒരു നിയമം ഉണ്ടാക്കി രാമായണത്തിൽ, രസകരമാണ്. റോഡിൻ്റെ ഇരുവശത്തുമുള്ള വീട്ടുകാർ റോഡിലേക്ക് പൂക്കൾ വിരിയുന്ന വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അയോധ്യയിലുള്ള റോഡിൽ കൊണ്ട് നടന്നു പോയാൽ 2 സൈഡിലും നല്ല പൂക്കളാണ്. പൂവിൻ്റെ സൗന്ദര്യം കണ്ട് പൂവിൻ്റെ മണമൊക്കെ ആസ്വദിച്ച്
അയോധ്യയിൽ ഒരുപാട് ആസ്മ ഉണ്ടായിക്കണം കേട്ടോ. ഈ പൂമ്പൊടി ശ്വസിച്ച് ആസ്മ കൂടും. അത് രാമായണത്തിൽ പറയുന്നില്ല. അപ്പോൾ പൂക്കളുടെ സൗന്ദര്യം കണ്ട പൂക്കളുടെ മണമൊക്കെ അനുഭവിച്ചുകൊണ്ട് അയോധ്യയുടെ റോഡുകളിലൂടെ പിന്നെ അയോധ്യയുടെ റോഡിൽ വേസ്റ്റ് എന്നൊരു സാധനം ഇടാൻ പറ്റിയല്ല. ആരുടെയെങ്കിലും വീടിൻ്റെ മുമ്പിൽ വേസ്റ്റ് കിടക്കുന്നതായിട്ട് കണ്ടാൽ ആ വീട്ടുടമസ്ഥൻ അടുത്ത 90 ദിവസത്തേക്ക് റോഡിലെ വേസ്റ്റ് വരുന്ന ജോലി ചെയ്യേണ്ടതാകുന്നു. ശ്രീരാമൻ്റെ നിയമമാണ്. ഇന്ന് പ്ലാസ്റ്റിക് ഒന്നുമില്ല. പക്ഷെ അന്ന് സ്വന്തം വീടിന് മുമ്പിൽ വേസ്റ്റ് കണ്ടാൽ ആരാണ് ഇട്ടതെന്നല്ല നോക്കുന്നത്, ആരുടെ വീടിന് മുമ്പിലാണോ അവൻ വേസ്റ്റ് കോരി എന്ന 90 ദിവസം. അതുകൊണ്ട് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ ഉടനെ വീട്ടുടമസ്ഥർ പോയി റോഡ് നോക്കും, മുമ്പിലെങ്ങാനും വേസ്റ്റ് കിടപ്പുണ്ടാകും, അവനതെടുത്ത് മാറ്റിയേക്കും. ഇല്ലെങ്കിൽ വേസ്റ്റ് ചുമന്ന് തന്നെ തോട്ടിപ്പണി ചെയ്ത് തന്നെ. ഇതാണ് പരിപാടി. അവിടെ അയോധ്യയിലെ റോഡുകളിലൊന്നും വേസ്റ്റ് ഉണ്ടായിരുന്നില്ല. സരയൂ നദിയിൽ നോക്കിയാൽ സരയൂ നദിയുടെ അടിയിലെ കല്ലുകൾ എണ്ണമായിരുന്നു. രാമായണത്തിൽ പറയുന്നതാണ്. ഇപ്പോഴത്തെ ഏതെങ്കിലും അടിയിലത്തെ കല്ല് കാണുമോ? ഇല്ല. ശുദ്ധജലം. സരയൂ നദിയെ അശുദ്ധമാക്കിയാൽ അവൻ്റെ കഷ്ടകാലം, കാരാഗ്രഹം. ഞാൻ ചില ഉദാഹരണം പറയുന്ന കേട്ടോ. ശ്രീരാമൻ്റെ രാമരാജ്യം 36 കാര്യങ്ങളാൽ ശ്രദ്ധേയമാണ്. ഞാനതിൽ 3-4 ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ ഒരു സമ്പൽ സമൃദ്ധമായ അയോധ്യ സൃഷ്ടിച്ചു ശ്രീരാമൻ. അതാണ് രാമരാജ്യം. അപ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെ ഭരിക്കണം കൃത്യമായി നമ്മൾ പഠിപ്പിക്കുകയാണ്. എങ്ങനെ പഠിക്കണമെന്നുള്ളത് രാമരാജ്യം. അടുത്ത അവതാരം ബലരാമൻ, കലപ്പി ഇന്ത്യ ബലരാമൻ. അഗ്രികൾച്ചർ സ്റ്റേജ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റിയാണ്. ബലരാമൻ ദ്വാരകയിലേക്ക് പോവാൻ. എങ്ങനെയാണ് പോകുന്നത്? ദ്വാരകയുടെ പഴയ പേര് കുശസ്ഥലി എന്നാണ്. കുശസ്ഥലി രാജാവിൻ്റെ പേര് രേവന്തൻ. അയാൾക്ക് 3 പെൺമക്കളും 3 ആൺമക്കളും ഒരു മോളുമാണ്. ഈ മോളെ ആരെ കൊണ്ട് കെട്ടിക്കണം? രേവതി ആരെ കൊണ്ട് കെട്ടിക്കണം? രേവന്തൻ നേരെ ദേവലോകത്ത് നിന്നു ബ്രഹ്മാവിനോട് ചോദിച്ചു, ബ്രഹ്മാവേ, എനിക്കൊറ്റ മോളെ ഉള്ള ആ മോളെ ആരെ കൊണ്ട് കെട്ടിക്കണം? ബ്രഹ്മാവ് പറഞ്ഞു, വിഷ്ണുഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണനായിട്ട്. അങ്ങാർക്കൊരു ചേട്ടനുണ്ട്, അയാളെ കൊണ്ട് കെട്ടിച്ചോളാം. രേവതിയെ കൊണ്ട് ബലരാമനെ കല്യാണം കഴിപ്പിച്ചു. നമ്മളൊക്കെ മാരേജ് ബ്രോക്കറുടെ അടുത്ത് പോകും. ഇയാൾ പോയത് ബ്രഹ്മാവിൻ്റെ അടുത്ത്. രേവന്തൻ എന്ത് ചെയ്തു? രാജ്യം 4ആയി ഭാഗിച്ചു. അതിലൊരു ഭാഗം മോക്ക് ശ്രീധരൻ കൊടുത്തു. അങ്ങനെ രേവതിക്ക് ശ്രീധരൻ കിട്ടിയ ഭാഗമാണ് ദ്വാരക. അങ്ങനെ രേവതിയെ കല്യാണം കഴിച്ചപ്പോൾ ബലരാമൻ ദ്വാരകയിലോട്ട് ദത്ത് കയറി. മധുരയിൽ കംസനെ കൊന്ന ശേഷം, കംസന്റെ കൊട്ടാരത്തിൽ കംസന്റെ ഭാര്യയെ താമസിപ്പിച്ച ശേഷം കംസന്റെ 2 മക്കളെയും യുവരാജാക്കന്മാരെ വായിച്ചു ഭഗവാൻ. മധുര പിടിച്ചെടുക്കാൻ നോക്കിയില്ല. മുത്തച്ഛനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു, അച്ഛനെയും ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. പക്ഷെ മുത്തച്ഛൻ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ കംസൻ 2 മക്കൾ രാജ്യം ഭരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മധുര കംസന്റെ മക്കൾ കൊടുത്തിട്ട് ഭഗവാൻ കൃഷ്ണൻ ബലരാമൻ്റെ കൂടെ നേരെ ദ്വാരകയിൽ ചെന്നു. ബലരാമനും ശ്രീകൃഷ്ണനും അവിടെ ഒരു കാര്യമില്ല. ദ്വാരകയിൽ ചേട്ടത്തേമ്മയുടെ സീനം കിട്ടിയ ഭൂമിയാണ്. പക്ഷേ വരൾച്ച ബാധിച്ചിരുന്ന ദ്വാരക പ്രദേശത്തെ രക്ഷിക്കാൻ ബലരാമൻ തീരുമാനിച്ചു. അയാൾ തൻ്റെ കലപ്പ് ഉപയോഗിച്ച് ചുറ്റുമുള്ള മണ്ണ് ഉഴുത് മറിച്ചു. അവിടെ നദികളും വെള്ളവും ഉണ്ടാക്കുന്ന വാട്ടർ സ്രോതസ്സിനെ സൃഷ്ടിച്ചു. അങ്ങനെ സമ്പൽ സമൃദ്ധമായ ദ്വാരകയെ സൃഷ്ടിച്ചു ബലരാമൻ. ഒരു കാർഷിക വ്യവസ്ഥ എങ്ങനെ ഉണ്ടാക്കണം എന്ന് ബലരാമൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ കൃത്യമായി പഠിപ്പിച്ചു. ആ ദ്വാരകയിൽ ചെന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ലോകത്തിൽ ആദ്യമായി ഒരു അത്ഭുതം സൃഷ്ടിച്ചു. അതാണ് ജനാധിപത്യം. ദ്വാരകയിലെ എല്ലാ പ്രായപൂർത്തിയായവരും വോട്ട് ചെയ്തു. അങ്ങനെ ഒരു പാർലമെൻറ്റ് ഉണ്ടാക്കി. നിങ്ങളെ എന്നെ ഹൈസ്കൂളിൽ ഒരു ശുദ്ധ കള്ളം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതൻസിൽ 2500 കൊല്ലത്തിന് ജനാധിപത്യം ഉണ്ടായിരുന്നു. ശുദ്ധ കള്ളം. 4000 കൊല്ലത്തിന് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ ബലരാമനോട് വന്നപ്പം അഡൾട്ട് എല്ലാവർക്കും വോട്ട് കൊടുത്തു. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് പാർലമെൻറ്റ്, ഭാഗവത്തിൽ 11-ാം സ്കന്ധത്തിൽ എൻ്റെ പേര് പറയുന്നുണ്ട്, ദാസാർഹി, ദാസന്മാർ അർഹരായവരെ തിരഞ്ഞെടുത്ത പാർലമെൻറ്റ് ദാസാർഹി. ഈ ദാസാർഹി മീറ്റിംഗ് കൂടുമ്പം ബലരാമനും ഭഗവാൻ പോയോടെ ഇരിക്കും. ചർച്ചയെ കേട്ട് കഴിഞ്ഞ് തീർന്നതും ഭഗവാൻ പറയും, ആ 3-ാമത്തെ പറഞ്ഞ വളരെ കറക്റ്റ് കേട്ടോ, അത് നടപ്പാക്കണം. അങ്ങനെ ആ പാർലമെൻറ്റിലെ ചർച്ച സ്പീക്കർ സ്ഥാനം ഭഗവാൻ കൃഷ്ണൻ ചർച്ച നയിച്ചു. ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ ബലരാമനോട് കാണിക്കുന്ന റിഫോം ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യത്തേത് മദ്യ നിരോധനം, പ്രൊഹിബിഷൻ. ലോകത്തിൽ ആദ്യമായി മദ്യം നിരോധിച്ചത് ദ്വാരകയിലെ പാർലമെൻറ്റാണ്. അതൊരെണ്ണം നടപ്പാക്കാൻ പറ്റുകയും ദ്വാരക രക്ഷപ്പെട്ടു തന്നെയായിരുന്നു. അവസാനം കള്ളുകൂടിയന്മാരുടെ അവിടെ തമ്മി തല്ലി തച്ച് ഒരാൺകുട്ടിയെ പിടിച്ച് ഗർഭിണിയാക്കി
മഹർഷിമാരുടെ മുമ്പിൽ കൊണ്ട് കൊടുത്ത നാശം വിതച്ച് ദ്വാരക നശിച്ചുപോയി. ആ മദ്യപാനം എന്ന് ഒരെണ്ണം നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ സംഗതി രക്ഷപ്പെട്ടു വരാൻ. ദ്വാരകയിലെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന 10 നിയമങ്ങൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഭാഗവത്തിൽ വായിക്കണം, 11ാം സ്കന്ധത്തിൽ വായിക്കണം. അപ്പോഴാണ് ബലരാമ അവതാരം എന്താണെന്ന് മനസ്സിലാകും. ബലരാമൻ കൃഷിക്കാരനാണ്, പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹം ആരാണ്? ഗദായുദ്ധവീരനാണ്. ഗദായുദ്ധത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത 4 പേരായി. ഒന്ന് ബലരാമൻ, ഒന്ന് ഭീമസേനൻ, ഒന്ന് ദുര്യോധനൻ, 4ാമത്തെ കീചകൻ. ബാക്കി 3 എണ്ണവും ബലരാമൻ്റെ ശിഷ്യന്മാരാണ്. കാലപ്പേഴ് തൊഴിൽ നടക്കുന്ന കർഷകനാണ്, പക്ഷേ ഈസ് എക്സ്പെർട്ട് ഇൻ സം അതർ തിങ്. നമ്മൾ ഒരു വിഷയം പഠിച്ചാൽ ആ വിഷയത്തിൽ വന്ന് ഒതുങ്ങി നിന്ന് കളയരുത്, മറ്റു വിഷയങ്ങൾ മാസ്റ്റർ ചെയ്യണം. ബലരാമൻ അത് കാണിച്ചു തരികയാണ്. അപ്പോൾ മഹാഭാരത യുദ്ധം വരുമ്പോൾ ബലരാമൻ പറഞ്ഞു, ഞാനതൊന്നും കക്ഷി ചേർത്തില്ല. കാരണം 2 പേരുണ്ട് ബന്ധുക്കളാണ്. ദുര്യോധനൻ്റെ മരുമോനാണ്, മറ്റേ ആളുടെ കസിൻസാണ്. പുള്ളി അങ്ങ് പോയി കളഞ്ഞു. ബാക്കിയുള്ള 2 എണ്ണം ദുര്യോധനന് കീചകനോട് ഒത്തുകൂടിയ പാണ്ഡവന്മാർക്ക് രക്ഷയില്ല. അതിന് ഭഗവാൻ ഒരു കളി കളിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? അജ്ഞാതവാസക്കാലത്ത് വിരാട രാജധാനി പോയ പാഞ്ചാലിയെ ഉപദ്രവിക്കാൻ വന്ന കീചകനെ ഭീമസേനെ കൊണ്ട് കൊല്ലിച്ചു. ആ കീചകൻ ചത്തു. എല്ലാം വന്ന ടൂറിന് പോയി. പിന്നെ ദുര്യോധനും ഭീമനും നേരത്തെ നിൽക്കുകയാണ്. ഭീമനും ദുര്യോധനം തോൽപ്പിക്കാൻ പറ്റി. ഇത് ഭഗവാന്റെ കളിയാണ്. അപ്പോൾ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ ഒരു മേഖലയിൽ വിദഗ്ധരാണ്. ഒരാളൊരു ടീച്ചറാണ്, പക്ഷെ ആ സമയത്ത് അയാൾക്കൊരു പെയിൻറ്ററാവാം, അദ്ദേഹത്തിന് കവിതകൾ എഴുതാം, പുസ്തകം പബ്ലിഷ് ചെയ്യാം. ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഉദ്യോഗസ്ഥന് മറ്റു പല മേഖലയിലും പ്രവർത്തിക്കാം. ഇപ്പം എക്സ്പെർട്ടായ മേഖലയും മറ്റ് പ്രൊഫഷൻസീസ് ഏതൊക്കെ നേടണം എല്ലാം നമ്മൾ പഠിപ്പിക്കാൻ. അടുത്ത അവതാരം പൂർണ്ണ അവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണനെ ഭാഗവതത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കണം. 3-4 ഐറ്റം മാത്രമേ ഞാൻ പറയുന്നത്, സമയമില്ലാത്തത്. ഏറ്റവും ആദ്യം ഭഗവാൻ കൃഷ്ണൻ ഗോകുലത്തിൽ ചെറുപ്പകാലം കഴിച്ചു കൂട്ടിയ ശേഷം വൃന്ദാവനത്തിൽ പോയി യൗവനകാലം. വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ മധുരയ്ക്ക് പോയി. മധുരയിൽ നിന്ന് ഭഗവാൻ നേരെ ദ്വാരകയ്ക്ക് പോയി. ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോയ ഭഗവാൻ പിന്നെ ഒരിക്കലും ഗോകുൽ തിരിഞ്ഞു നോക്കിയില്ല. വൃന്ദാവനത്തിൽ നിന്ന് മധുരയിൽ പോയ ഭഗവാൻ ഒരിക്കൽ പോലും വൃന്ദാവനത്തിൽ പോയില്ല. ഉദ്ധവരെ പറഞ്ഞയച്ച് ഗോകുലത്തിൽ, ഉദ്ധവരെ പറഞ്ഞയച്ച് വൃന്ദാവനത്തിൽ, ഭഗവാൻ പോയില്ല. മധുരയിൽ നിന്ന് ഭഗവാൻ ദ്വാരകയിൽ പോയ ശേഷം ഭഗവാൻ ഒരിക്കൽ പോലും മധുരയെ തിരിഞ്ഞു നോക്കിയില്ല, തിരിച്ചു പോയില്ല. ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മൾ ഓൾവേസ് ലുക്ക് എഹെഡ് ആൻഡ് ഗോ. മുമ്പോട്ട് നോക്കി പോക്കണം, പുറകോട്ട് നോക്കരുത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ എന്നെ ഒന്ന് തൊഴിച്ചു, അവനെ നാളെ 2 തൊഴി തിരിച്ച് കൊടുക്കണം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചറാണ് ചൂട് പഠിച്ച് 2 അടിയടിച്ചു. ആ ടീച്ചറിന് ഒരു ആപ്പ് ഞാൻ വെക്കും, എവിടെയെങ്കിലും വെച്ച് വെക്കും, പാടില്ല. ചെറുപ്പത്തിൽ നടന്നെല്ലാം നടന്നു. ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി വ്യാകുലപ്പെടരുത്. ഇത് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നെവർ ലിവ് ഇൻ ദ പാസ്റ്റ്, നെവർ ലിവ് ഇൻ ദ ഫ്യൂച്ചർ, ലിവ് എവറി ഡേ. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വ്യാകുലപ്പെട്ട് കളയരുത്, നടന്ന കാര്യങ്ങൾ ദുഃഖിക്കരുത്. ലിവ് എവറി ഡേ. അതാണ് ഉമർ ഖയ്യാം റൂബിയാത്തിൽ പറയുന്നത്. ഡെഡ് യെസ്റ്റർഡേ അൺബോൺ ടുമോറോ, വൈ ഫ്രട്ട് അബൌട്ട് ദം ഇഫ് ടുഡേ ബി സ്വീറ്റ്. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണിത്. പുറകോട്ട് നോക്കരുത്. ഭഗവാൻ ഗോകുലത്തിൽ നിന്ന് ദ്വാരകയിൽ പോയി, ദ്വാരകയിൽ നിന്ന് മധുരയിൽ പോയി, മധുരയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് ദ്വാരകയിൽ പോയി. പിന്നെ ഒരിടത്ത് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജീവിതത്തിൽ യാത്ര ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഭഗവാൻ വളരെ ചെറുപ്പത്തിൽ അത്ഭുതമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഭഗവാന്റെ ജീവിതത്തിലെ വിശ്വരൂപങ്ങൾ എന്ന് പറയുന്നതാണ്. ഭഗവാൻ ജീവിതത്തിൽ 4 വിശ്വരൂപങ്ങൾ കാട്ടി. ചെറുപ്പത്തിലെ വലിയ കുസൃതിയെ കാണിച്ച ഭഗവാനൊരു അടി കൊടുക്കാൻ വേണ്ടി യശോദാമ്മ വടിയെടുത്തു. ഭഗവാൻ വായ അങ്ങോട്ട് തുറന്നപ്പോൾ പ്രപഞ്ചം മുഴുവൻ വായിക്കകത്ത് കണ്ടു. യശോദാമ്മ പേടിച്ചുപോയി. യശോദാമ്മയ്ക്ക് മനസ്സിലായി വെറും കുട്ടിയല്ല എന്ന് മനസ്സിലായി. രണ്ടാമത് ഭഗവാൻ മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഹസ്തനപുരത്തിൽ ചെന്നു. ദുര്യോധനനും കർണനും ശകുനിയും കൂടെ ആലോചിച്ചു, ഇവനെ ഒരുത്തനാണ് ഈ കുഴപ്പം. കൃഷ്ണൻ പിടിച്ചു കിട്ടിയ പ്രശ്നം തരുന്നല്ലോ. അവർ കൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ വന്നു. ഭഗവാൻ അങ്ങോട്ട് വാതർന്ന് കാണിച്ച് വിശ്വരൂപം കാണിച്ച് ദുര്യോധനനും ശകുനിയും മൂത്രമൊഴിച്ചു, മലമൂത്ര വിസർജനം ചെയ്തു പേടിച്ചിട്ട്. 3ാമത് ഭഗവത്ഗീത നടക്കുകയാണ്. അന്ന് ഭഗവാൻ അതെനിക്കറിയാം, അങ്ങയുടെ രൂപം എനിക്കൊന്ന് കാണിക്കാവും. ഭഗവാൻ പറഞ്ഞു, അർജുന, നിനക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മളെ കഴിഞ്ഞ 2-3 തലമുറയായിട്ട്
നരനാരായണന്മാരുടെ നടക്കുകയാണ്. എന്നാലും നിനക്ക് കപ്പാസിറ്റി, നിനക്ക് ധൈര്യം തരാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ നിനക്കറിയാം, മന്ത്രമൊക്കെ ജീവിച്ച് ശക്തിയെ കൊടുത്തു. എന്നിട്ട് ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിൽ വിശ്വരൂപം കാണിച്ചു. വിശ്വരൂപം, ആ വിശ്വരൂപം കാണിച്ച ഒരു രംഗമാണ് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടുകയാണ്. K-25 മെക്സിക്കോയിൽ പൊട്ടുകയാണ്. അത് കാണാൻ വേണ്ടി അതിന് നേതൃത്വം കൊടുത്ത ഓപ്പൻ ഹീമർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെല്ലാം 8 കിലോമീറ്റർ ദൂരെ ഒരു സ്റ്റീൽ കൊണ്ടൊരു ഗോപുരം ഉണ്ടാക്കി. അതിൻ്റെ മുകളിൽ കയറിയിരുന്ന 8 കിലോമീറ്റർ അകലുള്ള സംഭവം ടെലസ്കോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റം ബോംബ് അങ്ങോട്ട് പൊട്ടി തീഗോളം ഇങ്ങനെ ആകാശത്തേക്ക് പോകുന്നു. ഓപ്പൻ ഹീമർ പഠിച്ച ഒരു ഇംഗ്ലീഷ് ഒരു ജർമ്മൻ വെച്ചത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഓപ്പൻ ഹീമർ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, ഇൻഡോളജി ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഓപ്പൻ ഹ്യൂമർ ഉടനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കോടി 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 സൂര്യപ്രഭ, അത് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിൽ പ്രസിദ്ധമായ ശ്ലോകമാണ്. ഭഗവത്ഗീതയാണ് ഓപ്പൻ ഹ്യൂമർ വിവരിക്കുന്നത്, ഈ അറ്റവും പൊട്ടെന്ന് വിവരിക്കാൻ വേണ്ടി. ഭീഷ്മർ സരസിയിൽ കിടക്കുകയാണ്. അതിന് ഉത്തരായണകാലത്തെ മരിക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ അറിയാം ഉത്തരായണം തുടങ്ങുന്ന ദിവസം അദ്ദേഹം മരിക്കും. ഉത്തരായണം തുടങ്ങുന്നത് എന്താണ്? വിഷുവിൻ്റെ അന്ന് തെക്കോട്ട് പോയ സൂര്യൻ നേരെ വിൻഡർ സോഴ്സിൽ വടക്കോട്ട് വെച്ച് പിടിക്കുന്ന സംഭവം. വിഷുവിന് രാവിലെ ഭഗവാനോട് ചെന്നു. ഭീഷ്മർ ഭഗവാനെ കണ്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനെ എനിക്ക് അറിയാവുന്ന കൃഷ്ണ എന്ന് പറഞ്ഞ് ഭഗവത്ഗീതയിൽ ഭാഗവതത്തിലെ വലിയ സംഭവമാണ് വിഷ്ണു സഹസ്രനാമം. ഭഗവാൻ വിഷ്ണുവിൻ്റെ 1000 നാമം, ഉഗ്രം ഭാഗമാകും. അതിനോട് ചൊല്ലിക്കഴിഞ്ഞപ്പം ഭീഷ്മരോട് ഭഗവാൻ പറഞ്ഞു, നീ വലിയ വീരനൊക്കെ ആയിരുന്നു, നിന്നോട് തെറ്റ് നീ കാണിച്ചിട്ടുണ്ട്, എങ്കിലും നീ മോക്ഷം പ്രാപിക്കാനായിട്ട് എന്താണ് ഈ പ്രപഞ്ചം തന്നെ മനസ്സിലാക്കി തരാം. ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയാണ്. ഭഗവാൻ 4 വിശ്വരൂപങ്ങൾ കാണിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ യശോദ വിശ്വരൂപം കാണിച്ചപ്പോൾ കണ്ടതെന്താണെന്നറിയാമോ? നദികൾ, പുഷ്പങ്ങൾ, ചെടികൾ, പ്രകൃതിയുടെ മനോഹാരിതയാണ് യശോദ കാണിച്ചത്. ഭീകരരൂപം യശോദ താങ്ങാൻ പറ്റിയല്ല. പ്രപഞ്ചത്തിൻ്റെ അത്ഭുതം യശോദ കാണിച്ചു. ദുര്യോധനെ കാണിച്ചപ്പോഴോ ദ്രഷ്ടങ്ങളുമുള്ള ദുഷ്ടമൃഗങ്ങളും ദുഷ്ടസാധനവും കാണിച്ചു. ദുര്യോധനും ശകുനിയും മലമൂത്ര വർഷം ചെയ്തു പോയി. അർജുന വിശ്വരൂപം കാണിച്ചപ്പോഴോ കോടി കോടി സൂര്യപ്രഭയും നക്ഷത്രങ്ങളും ഗോളങ്ങളും അടങ്ങുന്ന പ്രകൃതിയുടെ അത്ഭുതം കാണിച്ചു കൊടുത്തു. ഭീഷ്മരെ കാണിച്ചപ്പോഴോ ജീവിത സാഫല്യം ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഭീഷ്മരെ കാണിച്ചത്. അപ്പോൾ ഓരോരുത്തരെ വിശ്വരൂപം കാണിക്കുമ്പോൾ ഭഗവാൻ എടുത്ത രൂപം നമ്മൾ മനസ്സിലായിക്കോണം. അവിടെയാണ് നമ്മളൊരു മനുഷ്യൻ. ഓഫീസിൽ കാണിക്കുന്ന മനുഷ്യനാവാൻ പാടില്ല. വീട്ടിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് വരുന്ന അതേ മനുഷ്യൻ മകളുടെ അച്ഛനായി വരുമ്പം അവൻ കാണിക്കേണ്ട രൂപം വ്യത്യാസമാണ്. അപ്പോൾ ഓരോ രംഗത്തെ മനുഷ്യൻ എങ്ങനെ അവൻ്റെ ഇത് കാണിക്കണം ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് വളരെ ശ്രദ്ധേയമായിട്ട്. ഭഗവാൻ ഗോവർദ്ധനഗിരി ഉയർത്താൻ പോയി. പണ്ടൊക്കെ കയ്യിലിങ്ങനെ പൊക്കുന്നതായിട്ടാണ് കാണിക്കുക. അടുത്ത കാലത്ത് നമ്മൾ ക്ഷേത്രത്തിൽ കുഞ്ഞുകളിൻ്റെ അട്ടത്തിങ്ങനെ പൊക്കി നിർത്താനായിട്ടൊരു പടം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഈ ഗോവർദ്ധനത്തിൽ പോയി. 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ വീതിയുള്ള വലിയൊരു പർവ്വത നിരയാണ് ഈ ഗോവർദ്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഗോവർദ്ധനത്തെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഗോവർദ്ധനം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണെന്ന് മനസ്സിലാകാതെയാണ് ഈ കൈ കൊണ്ട് പൊക്കി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഗോക്കളെ മേയിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇവരെല്ലാം കൂടെ അവിടെ പോയി, ഗോപാലന്മാരെല്ലാം കൂടെ പോയി. വരൾച്ച, മഴയില്ല, അവിടെയൊക്കെ വരണ്ട ഭൂമി. ഭഗവാൻ മഴ പെയ്ക്കണം. അപ്പോൾ മഴ പെയ്ക്കാൻ വേണ്ടി 2 മെത്തേഡാണ്. ഒന്ന്, അംഗരാജ്യത്തിൽ മഴ പെയ്തായപ്പം ലോപാതം ചെയ്ത പണിയാണ്. ലോപാതൻ ഋഷ്യസിംഹമുനിയെ കൊണ്ടുവന്നു. അയാളങ്ങോട്ട് 42 ദിവസം പൂജ ചെയ്തപ്പോൾ മഴ പെയ്ത് രാജ്യം സമ്പൽസമൃദ്ധമായി. പ്രതിഫലമായി തൻ്റെ വളർത്തുമകളെ കൊണ്ട് കൊടുത്തു. ആരാണ് ഈ ലോപാതൻ്റെ വളർത്തുമകള്? ശ്രീരാമചന്ദ്രൻ്റെ മൂത്ത ചേച്ചിയാണ്. കൗസല്യെ കല്യാണം കഴിച്ച ആദ്യം ഒരു പെങ്കൊച്ചുണ്ടായി, ശാന്ത. ഈ ദശരഥൻ ഈ പെൺമോളെ കെട്ടി ദത്ത് കയറുക. എന്നാൽ പിന്നെ ആ മോളെ കെട്ടുന്നവന് ഈ അയോധ്യ കൊടുക്കേണ്ട അയാൾ മെയിൻ ഷോവനിസ്റ്റ്. മോളെ അയാൾക്ക് പുച്ഛം. അങ്ങനെ മോളെ എടുത്തിട്ട് ഗോപാലനം കൊടുത്തു. അടുത്ത് 20 കൊല്ലം മക്കളുണ്ടായില്ല. അയാൾക്ക് 41 വയസ്സായപ്പോഴാണ് ഈ 40 വയസ്സായപ്പോഴാണ് ഇങ്ങനെ ഋഷ്യസിംഹൻ മഴ പെയ്ച്ചെന്നും ശാന്തയെ കല്യാണം കഴിച്ചെന്നും മനസ്സിലായത്. മരുവാനാ, ശാന്ത മോളായതുകൊണ്ട് ഇയാൾ മരുവാനാ. അങ്ങനെ ഈ ഋഷ്യസിംഹനെ കൊണ്ടുവന്ന് പുഷ്പരാമേഷ നടത്തി. അങ്ങനെയാണ് ശ്രീരാമനും ഭരതൻ ലക്ഷ്മണനൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് ശ്രീരാമൻ ജനിച്ചപ്പോഴത്തേന് ഈ ദശരഥൻ 41 വയസ്സായത്. ആ മെത്തഡ് എടുക്കാം. ഭഗവാൻ ലക്ഷ്മി വെച്ച് 40 ദിവസം പൂജ നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഈ പാവപ്പെട്ട ഗോപാലൻ ഇടയന്മാർക്കില്ല, സമ്പത്തൊന്നുമില്ല. ഭഗവാൻ ലക്ഷ്മി എന്നൊരു ഓൾട്ടർനേറ്റീവ് മെത്തഡ്. ഇനി മേലാൽ ഒരുത്തന്നെ ഇന്ദ്രനെ പൂജിച്ചേക്കരുത്. ഇവിടെ നമ്മുടെ അപ്പന്മാരുടെയൊക്കെ പടം വെച്ച് നമ്മൾ പൂജിക്കും. ദേവേന്ദ്രനെ പൂജിക്കുന്ന പ്രശ്നമില്ല. മഴ പെയ്യാത്തതാണ്. ദേവേന്ദ്രൻ ദേഷ്യം വന്നു. ഞാൻ കാണിച്ചു തരാം. ഓഗ്ര മഴ. അപ്പോൾ 2 മെത്തഡാണ് കാര്യങ്ങൾ ചെയ്യാൻ.
ഒന്നുകിൽ ലോപാതിൻ്റെ കൂട്ട് 42 ദിവസം യാഗം ചെയ്ത് ദൈവത്തെ പിഴിക്കാം, തിരിച്ചുള്ള മതം ദേഷ്യപ്പെടുത്തുക കഴിയുമ്പോൾ മഴ കഴിഞ്ഞ് വന്ന്. ഞാൻ പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പളായിരുന്നു. ഒരു പോലീസുകാരൻ മഹാശല്യം, അവനെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം സ്പെഷ്യൽ യൂണിറ്റിൽ നിന്ന് പോലീസുകാരനെ മാറ്റണമെങ്കിൽ DGPക്ക് അധികാരമുള്ളൂ. 2 തവണ എഴുതി ഇവനെ ഒന്ന് മാറ്റത്തില്ല. അപ്പം ഞാൻ ഭാഗവത്തിലെ മെതമെടുത്ത് പ്രയോഗിച്ചു. ഞാൻ നേരെ DGPക്ക് ലെറ്റർ അയച്ചു. ഈ പോലീസുകാരനില്ലാതെ പോലീസ് സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഒരു കാരണവശാലും ഇവന് റിട്ടയർമെൻറ്റ് വരെ മാറ്റാൻ പാടില്ല. DGP അങ്ങനെ എടുത്തന്നെ പകയാണ്. ഇപ്പം ഞാൻ മാറ്റത്തില്ല, 24 മണിക്കൂറുണ്ട് അവൻ്റെ അടുത്ത് മാറ്റി. ഈ ശല്യത്തെ മാറ്റാൻ വന്നിട്ട് DGP മാറ്റുന്നില്ല. അവ തിരിച്ച് കാച്ചി ഈ പോലീസുകാരനില്ലാതെ പോലീസ് സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് ഇവനെ റിട്ടയർമെൻറ്റോട് മാറ്റരുതെന്ന്. അപ്പോൾ പോലീസല്ലേ ചുണ്ടിയായി, അങ്ങനെ എടുത്തന്നെ വായി നോക്കി. അവൻ ഇപ്പം മാറ്റിത്തരും. നേരെ തൃശ്ശൂരിനടുത്ത് ട്രാൻസ്ഫർ കൊടുത്തു. ഞാൻ ഭാഗവത്തിൽ നിന്നാണ് പഠിച്ചത്, ഈ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് പഠിച്ചത് ഭാഗവത്തിൽ നിന്നാണ്. ഭാഗകൃഷ്ണിപ്പണി ചെയ്തേ ദേവേന്ദ്രൻ്റെ പ്രയോഗം പ്രയോഗിച്ചു, മഴ അങ്ങോട്ട് പെയ്തു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഭഗവാൻ ഈ 8 കിലോമീറ്റർ എന്നുള്ള 4 കിലോമീറ്റർ വീതിയുള്ള 24 കിലോമീറ്റർ മലനിരയാണ്. അതിന് ചുറ്റുമുള്ള ഒരു 65 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഭഗവാൻ 62 കുളങ്ങൾ ഒഴിച്ചു. ഇതിൽ ഈ മലയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്ഥലത്തോട്ട് കിണറുകളിൽ അത് സ്റ്റോർ ചെയ്ത ശേഷം അത് ഒഴുകി ചെല്ലാൻ വേണ്ടി ഭഗവാൻ ഒരു 170ഓളം കനാൽ വെട്ടി. അപ്പോൾ ഈ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഒരു കിണറോ ഒരു കുളത്തിലോ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടിലോട്ട് വെള്ളം കയറും. എന്നിട്ട് അതിങ്ങനെ ഒഴുകി ഈ 65 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം കംപ്ലീറ്റ് ജലസേചനം കിട്ടി. നമ്മൾ കാണുന്ന ഗോവർദ്ധനം എന്ന സ്ഥലം സസ്യശ്യാമളമാക്കിയത് ഭഗവാനാണ്. അതാണ് ഗോവർദ്ധനഗിരിയെ ഉയർത്തി എന്ന് പറയുന്നത്. അല്ലാതെ മല കൈകൊണ്ട് പൊക്കി എന്നുള്ളതിൻ്റെ അർത്ഥം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഗോവർദ്ധനം. അപ്പോൾ ഞാൻ ഗോവർദ്ധനം കാണാൻ ചെന്നു. മലയുടെ മുകളിൽ ചെന്നപ്പോൾ സ്വർണം പൂശിയ ഒരു ക്ഷേത്രം. ഒരു 100 മീറ്റർ താഴെ വന്നപ്പം വെള്ളി പൂശിയ ഒരു ക്ഷേത്രം. പിന്നെ ഒരു 100 മീറ്റർ താഴെ വന്നപ്പോൾ ചെമ്പ് പൂശിയ ഒരു ക്ഷേത്രം. പിന്നെ കുറച്ച് താഴെ വന്നപ്പോൾ ഇരുമ്പ് പൂശിയ ഒരു ക്ഷേത്രം. 7ാമത്തെ ശേഷം തടി കൊണ്ടുണ്ടാക്കിയ ഒരു ക്ഷേത്രം. ഏറ്റവും താഴെ വന്നപ്പോൾ കളിമണ്ണ് കൊണ്ട് മാത്രമുള്ള ഒരു ക്ഷേത്രം. ഞാൻ വെച്ച് എന്ത് കളിയിടാം. ഞാൻ DYSP പറഞ്ഞ പൂജാരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. പൂജാരിയെ വിളിച്ചു. ഞാൻ ചിന്ത ഇതിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞ, സാറാ മലയുടെ മുകളിൽ കയറിയില്ലേ സ്വർണ്ണം പൂശിയ ക്ഷേത്രം, സാറിപ്പോൾ IPS IG അല്ലേ, ആ അഹങ്കാരത്തിൽ സാർ ഇരിക്കുന്നതാണ് സ്വർണ്ണം പൂശിയ ക്ഷേത്രം. ഇടയ്ക്ക് സാറിനെ അധികാരമുള്ള സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഞുണുക്ക് പോസ്റ്റിലോട്ട് മാറ്റും, അതാണ് ആ വെള്ളി പൂശിയ ക്ഷേത്രം. അപ്പോഴും ഇയാൾ IG ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തിലാണ്. കുറച്ച് കഴിഞ്ഞ് സാറിനൊരു ചെറിയ രോഗമൊക്കെ വന്നിട്ട് സാർ ആശുപത്രിയിലാവും, അതാണ് ആ ചെമ്പ് പൂശിയ ക്ഷേത്രം. അതെല്ലാം കഴിഞ്ഞ് സാർ റിട്ടയർ ചെയ്യുമ്പോൾ ആർക്കും വേണ്ടാത്തൊരുത്തിനായിട്ട് സാർ അവിടെ ഇരിക്കുക, അതാണ് ഈ തടി കൊണ്ടുള്ള ക്ഷേത്രം. പിന്നെ സാറ് ചത്ത് കഴിയുമ്പോൾ സാറ് മണ്ണാ സാറ് വെറും കളിമണ്ണ് ലയിച്ച് സാറിനെ ഭസ്മമാക്കിയിട്ട് ലയിച്ച് മണ്ണിൻ്റെ കൂടെ ചെടിക്കും വളമായിട്ട് പോകും. അതാണ് ആ കളിമണ്ണ് കൊണ്ടുള്ള ക്ഷേത്രം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായതിൻ്റെ അർത്ഥം. ഞാൻ വീണ്ടും മല കയറി. കാര്യം ആദ്യം കയറിയെന്ന് പിന്നെ അർത്ഥം മനസ്സിലായില്ലല്ലോ. ഞാൻ തിരിച്ച് മേളിൽ കയറി. ഓരോ ക്ഷേത്രത്തിലും കൊത്തിവെച്ചിരിക്കുന്ന സംസ്കൃത ശ്ലോകം, ഭഗവത്ഗീത എന്നാണെങ്കിൽ അത്, രാമായണത്തിൽ നിന്നാണെങ്കിൽ അത്, ഭാഗവത്തിലാണെങ്കിൽ അത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഓരോ 8 ക്ഷേത്രം കണ്ട് ഞാൻ താഴെ വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗോവർദ്ധനോദ്ധാരണം എന്താണെന്ന്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഗോവർദ്ധനം കാണാൻ പറ്റുമെങ്കിൽ പോയി കണ്ടിരിക്കണം. കാര്യം ഇത് കാണുന്ന വലിയൊരു അനുഭവമാണ് ഗോവർദ്ധനം. അതുപോലെ ഭാഗവതം പൊട്ടി വീണ നൈമിശാരണ്യം കാണാൻ പറ്റുമെങ്കിൽ പോയി കണ്ടിരിക്കണം. ഞാനവിടെ പോയതാണ്. 8 ക്ഷേത്രമാണ് ആ മൈതാനം ചുറ്റി 8 ക്ഷേത്രമാണ്. സൂതം പറഞ്ഞു കൊടുത്ത സ്ഥലത്തൊരു ക്ഷേത്രം, അദ്ദേഹത്തെ മറ്റേ രാജാവ് മരിച്ച സ്ഥലത്തൊരു ക്ഷേത്രം, നൈമിശാരണത്തിൽ 8 ക്ഷേത്രം. അതുപോട്ടെ. അപ്പോൾ വരൾച്ചയുള്ളൊരു സ്ഥലം, കൃഷിക്ക് യോഗ്യമല്ലാത്തൊരു സ്ഥലം ഭഗവാൻ ഗോവർദ്ധനം എന്ന് പറഞ്ഞ 65 ചതുരശ്ര കിലോമീറ്റർ ഏരിയയെ കൃഷിഭൂമിയാക്കി മാറ്റി. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ പാവപ്പെട്ട വീട്ടിലായിരിക്കും ജനിക്കുക, കുഗ്രാമത്തിലായിരിക്കും ജനിക്കുക. നമ്മൾ എവിടെ ജനിച്ചാലും നമ്മൾ ജനിക്കുന്ന സ്ഥലത്തെ, നമ്മൾ ജനിച്ചു വീഴുന്ന വീടിനെ, നമ്മൾ ജനിച്ചു വീഴുന്ന ഗ്രാമത്തെ, നമ്മൾ പഠിച്ച സ്കൂളിനെ ഉദ്ധാരണം ചെയ്യാൻ നമുക്ക് പറ്റിയിരിക്കണം. ഭഗവാൻ നമുക്ക് കാണിച്ചു തരാണ് എങ്ങനെ ഒരു ദേശത്തെ ഉദ്ധാരണം ചെയ്യണം. ഗോവർദ്ധനോദ്ധാരണം എങ്ങനെ ചെയ്യണമെന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ കാളന്തി നദി കാറത്തിലുണ്ട് ഒഴുകുകയാണ്. ഒരു പാമ്പ് അവിടെ താമസിക്കുന്നതാണ് സങ്കല്പം. ഇതിനൊന്ന് അമർച്ച ചെയ്യണം. ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ആൽമരത്തിന് ചോട്ടി നിന്ന് എൻ്റെ തലയിലോട്ട് എടുത്തങ്ങോട്ട് ചാവട്ടി അവനെ ഒന്ന് മെരുക്കി. അപ്പോൾ ഈ കാളിയും 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 ഭാര്യമാർ ഓടി വന്ന് പറഞ്ഞു, ഭഗവാനെ ഭർത്താവിനെ കൊല്ലല്ലേ എന്ന്. കാളിയന് 4 ആൺമക്കളുണ്ടായിരുന്നു. 4 പേരോട് ഓടി ഭഗവാന്റെ അടുത്ത് വന്നു, ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ. ഭഗവാൻ അത് കൊല്ലത്തില്ല, പക്ഷേ ഇവിടെ ഈ 6 ഇനി വിഷമാക്കാൻ പറ്റിയല്ല. അവിടെ നീ ഒരു കാര്യം ചെയ്യേ, നീ കടൽ കടന്ന് 4000 യോജന ഇപ്പോൾ അപ്പുറത്ത് പോയി അവിടെ രമണക ദ്വീപ് എന്ന ദ്വീപുണ്ട്, അവിടെ പോയി താമസിച്ചോളാം.
അങ്ങനെ കാളിയൻ മക്കളെയും കൂട്ടി രമണക ദ്വീപിലോട്ട് പോയി. ഇപ്പോൾ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഓഷ്യനിലേക്ക് ഇറങ്ങി 4000 കിലോമീറ്റർ യാത്ര ചെയ്ത് പസഫിക് സമുദ്രം അവിടെ ചെല്ലുമ്പോൾ ഫിജി എന്നൊരു ദ്വീപസമൂഹമുണ്ട്. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. അവിടെ ചെല്ലുമ്പോൾ രമണക ദ്വീപ് എന്നൊരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ മനുഷ്യർ പറയുന്നു, ഞങ്ങൾ കാളിയന്മാരാണ്, ഞങ്ങളുടെ പൂർവികരെ ഭഗവാൻ കൃഷ്ണൻ കാളിന്തി നിന്ന് തീർത്തുനിന്ന് ഓടിച്ചാണ് എന്നാണ് അവർ പറയുന്നത്. അവരുടെ രക്തം എടുത്ത് പരിശോധിച്ചപ്പം അവർ ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ അതേ DNA ഉള്ളവരാണ്. എന്തൊരു അത്ഭുതം! ഭാഗവതത്തിൽ കാളിയനെ പരാജയപ്പെടുത്തുന്നു, കടൽ കിടന്ന് രമണക ദ്വീപിൽ പോകണമെന്ന് പറയുന്നു, 4000 യോജന കിടന്ന് പോകണമെന്ന് പറയുന്നു. ഇതാ 4000 യോജന കഴിഞ്ഞ് ഫിജിയിലെ രമണക ദ്വീപിൽ കാളിയന്മാരവരുടെ ജനവിഭാഗം അവർ പറയുന്നു, യമുനാനദി തീരത്തുനിന്ന് ഭഗവാൻ ഞങ്ങളെ ഓടിച്ചു എന്ന്. രണ്ടും കൂടെ കാണും നമ്മൾ അമ്പലന്ന് പോകാൻ. അവിടെ ഭഗവാൻ പറയുകയാണ്, ഒരു നദി ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്, ഒരു നാടിൻ്റെ സമ്പത്താണ്. അതിനെ നശിപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് നദിയെ ശുദ്ധമാക്കി സൂക്ഷിക്കണം. ഇപ്പോൾ ആ കാളിന്തി നദി ഞാൻ പോയി, ഭഗവാൻ അന്ന് കണ്ട നദിയേക്കാളും കഷ്ടം, കറുത്തിരണ്ടിരിക്കുകയാണ്. 72 ഇൻഡസ്ട്രീസാണ് നദിയുടെ തീരത്ത്. മുഴുവൻ വിഷവും കൊണ്ടിട്ടിട്ട് കാളിന്തി നദി കറുത്തിരണ്ടിരിക്കുകയാണ്. ഭഗവാൻ അന്ന് വൃത്തിയാക്കിയ നദി. നദികളെ സംരക്ഷിക്കണം, വെള്ളത്തെ സംരക്ഷിക്കണം, വിഷലിപ്തമാക്കാൻ സമ്മതിക്കരുത്. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭാഗവതം വായിക്കുമ്പം എനിക്ക് തീരെ മനസ്സിലാവാത്തൊരു ഭാഗം ഉണ്ടായിരുന്നു. അത് ഭഗവാൻ ഈ കുളിക്കാൻ ഇറങ്ങിയ സ്ത്രീകളുടെ വസ്ത്രം മുഴുവൻ അടിച്ച് മരത്തിന് വെള്ളി കൊണ്ട് വെച്ചെന്നും നഗ്നരായി വെള്ളത്തിൽ നിന്ന് കയറി വരാൻ പറഞ്ഞെന്നൊക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ ചില ന്യായീകരണ തൊഴിലാളികൾ ഭാഗവതം പ്രസംഗിക്കാൻ പറയും, യജ്ഞാചാര്യന്മാർ. അവർ പറയും ഭഗവാൻ 9 വയസ്സുള്ളായിരുന്നു, അപ്പോഴാണ് ഇതൊക്കെ ചെയ്ത്. 9 വയസ്സുള്ള കുട്ടിക്ക് സ്ത്രീകളുടെ വസ്ത്രം എടുത്തുകൊണ്ട് ഓടാൻ പറ്റുമോ? പറ്റിയില്ല. അപ്പോൾ ഇതെന്തോ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ ഈ കുളക്കടവിൽ പോയി, ഈ ഭഗവാൻ ഈ തുണി എടുത്തൊന്ന് കുളക്കടവിൽ പോയി മനസ്സിലാക്കാനായിട്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ സ്ത്രീകൾ വന്ന് വേഷം മാറുന്ന സ്ഥലത്ത് നിന്ന് ഒരു 30 മീറ്റർ നടന്നാലേ നദിയിൽ വെള്ളം കിടക്കുന്ന സ്ഥലത്ത് ചെല്ലുള്ളൂ. അത് കഴിഞ്ഞ് സ്ത്രീകൾ കുളിച്ച് കഴിഞ്ഞ് കയറി വരുമ്പോൾ പിന്നെ ഒരു 30 മീറ്റർ നടന്നെങ്കിലേ കര കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഈ കടവിൻ്റെ ഇപ്പുറത്തൊരു 50ഓളം മരങ്ങളാണ്. ആ മരങ്ങളുടെ ഇലകൾ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുകയാണ്. അതിനകത്തൊരാൾ കയറി ഇരുന്നാൽ ഒളിച്ചാൽ കണ്ടെത്താൻ പറ്റിയില്ല. അത് കണ്ടെത്താൻ പറ്റത്തില്ലെന്ന് ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുള്ളൊരു പോലീസുകാരൻ അവിടെ ഒരു ആളിനെ കൊണ്ട് ആ മരത്തിന് മേളിൽ കയറ്റി എന്നെ കാണിച്ചു തന്നു. ഒരു മനുഷ്യൻ കയറി ആ ഇലക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ സ്ത്രീകൾ കുളിക്കുന്ന കടവിൽ ഒരു പുരുഷൻ രാവിലെ വന്ന് ആ മരത്തിന് മേളിൽ കയറി ഇരുന്നാൽ ഈ സ്ത്രീകൾ കുളിക്കാൻ വേണ്ടി വസ്ത്രം കൂറിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ബാക്ക് സൈഡ് നല്ല വ്യൂ. അന്ന് ക്യാമറ ഒന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ക്യാമറ പിടിച്ചേനാണ്. കുളി കഴിഞ്ഞ് സ്ത്രീകൾ വരുമ്പോൾ ഫ്രണ്ട് വ്യൂ നല്ല കൃത്യമായിട്ട് ഇവിടം വരെ കിട്ടും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഭൂമിയിൽ ഈശ്വരൻ സൃഷ്ടിച്ച ഏറ്റവും സുന്ദരമായ സംഭവം ഒരു സ്ത്രീയുടെ സൗന്ദര്യമാണ്. ആ സ്ത്രീയുടെ കവിളുകളും ചുണ്ടുകളും 3 തലമുറയെ സന്തോഷിപ്പിക്കാൻ പറ്റും. അച്ഛനും അമ്മയ്ക്കും വയസ്സുകാലത്ത് ഉമ്മ കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം, ഭർത്താവിന് കിസ് ചെയ്യുമ്പോൾ ഭർത്താവിന് സന്തോഷം, മക്കൾക്ക് ഉമ്മ കൊടുക്കുമ്പോൾ മക്കൾക്ക് വലിയ സന്തോഷം. ആ സ്ത്രീയുടെ സ്ഥാനത്തിലേക്ക് വരുമ്പോൾ 2 തലമുറയ്ക്കുള്ളതാണ്. ആ സ്ഥാനം ഉപയോഗിച്ച് ഭർത്താവിനെ പരിരംഭണം ചെയ്യുമ്പോൾ ഭർത്താവിന് വലിയ സന്തോഷം, മക്കൾക്ക് ആ മലയിൽ നിന്ന് പാൽ കുടിക്കുമ്പോൾ അമ്മയോട് വലിയ സന്തോഷം. എന്നാൽ അവളുടെ യോനിയിലേക്ക് വരുമ്പം അത് 1 തലമുറയ്ക്ക് മാത്രമുള്ളതാണ്. ആ യോനിയിലൂടെ തൻ്റെ ഭർത്താവിന് ഭൂമിയിലൊരു പുരുഷൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖത്തിൻ്റെ പാരമ്യത്തിലൊരു സ്ത്രീക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കാണേണ്ടവരെ മാത്രമേ കാണിക്കാവൂ. എല്ലാവരെയും കാണിക്കാനുള്ള സാധനമല്ല ഇതൊന്നും. ആ യോനിയിലൂടെയാണ് കുട്ടി ജനിക്കുന്നത്. പക്ഷെ കുട്ടിക്ക് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞൂടാ. യോനിയിലൂടെ ജനിക്കുന്ന ആ കുട്ടിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഭഗവാൻ പഠിപ്പിക്കുകയാണ്, സ്ത്രീയുടെ സൗന്ദര്യം ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിയാണ്. പക്ഷെ കാണാൻ അർഹരായവരെ മാത്രമേ കാണിക്കാവൂ. അതുകൊണ്ട് ഭഗവാൻ ഈ കാണിച്ചു കൊടുത്തു, സ്ത്രീകളോട് കുളിക്കാൻ ഇറങ്ങുമ്പോൾ പൂർണ്ണ നഗ്നരായി ഇറങ്ങരുത്. അതുകൊണ്ട് ഞാൻ ആ കടവിൽ ചെല്ലുമ്പോൾ സ്ത്രീകൾ ബ്രസ്റ്റും യോനി നാളവും മറക്കത്തക്കണ ഒരു വേഷം ഇട്ടുകൊണ്ട് കുളിക്കാൻ ഇറങ്ങുള്ളൂ, ബാക്കി ഊരി വെക്കുള്ളൂ. കുളിച്ച് കഴിഞ്ഞ് കയറി വരുമ്പോൾ ഈ നനഞ്ഞ തുണി മാറ്റിയിട്ട് വേറെ തുണി എടുത്തിട്ട് നനഞ്ഞ തന്നെ ഉടുത്തോണ്ട് അവർ പോവാണ്. അപ്പോൾ സ്ത്രീകൾ പോർണോഗ്രാഫിക്കിനകത്ത് പെടാതെ അവരുടെ സൗന്ദര്യം കാണേണ്ടവർ മാത്രം കാണിച്ച് ജീവിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിക്കുകയാണ് ഈ ഭാഗം. അത് അർത്ഥം മനസ്സിലാകാതിരുന്നാൽ സ്ത്രീകളുടെ വസ്ത്രം പൊക്കൊണ്ട് ഭഗവാൻ പോയി എന്നുള്ളത് വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ പോയാൽ ശരിയല്ല. ഈ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ഈ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടതുകൊണ്ടാണ് മനസ്സിലാവുന്നത്. വളരെ ശ്രദ്ധേയമായ ഭഗവാൻ ഓരോ രംഗത്തും വളരെ കൃത്യമായി പ്രവർത്തിക്കുകയാണ്. അവിടെ വളരെ ശ്രദ്ധേയമായി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു ഭാഗമാണ് ഭഗവാനും കുചേലനും തമ്മിലുള്ള ബന്ധം. ഭഗവാനും കുചേലനും പഠിച്ചത് സാന്ദീപനിയുടെ ആശ്രമത്തിലാണ്. ഞാൻ
ഉജ്ജയിനിയിലെ പ്രസിദ്ധമായ പോലീസ് അക്കാഡമിയിൽ പ്രസംഗിക്കാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ DGPനോട് സാറിന് എവിടെയെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ 2 സ്ഥലം കാണാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന്, ഉജ്ജയിനിയിലെ കാളിദാസന് കാളി ഭഗവതി അനുഗ്രഹം കൊടുത്ത ആ കാളി ക്ഷേത്രം ഒന്ന് കാണണം. അദ്ദേഹം ചോദിച്ചു, അലക്സാണ്ടർ, ആർ യു നോട്ട് എ ക്രിസ്ത്യൻ? ഐ എം എ ക്രിസ്ത്യൻ, ബട്ട് ഐ വാണ്ട് ടു സീ ദിസ്. രണ്ടാമത്, സാന്ദീപനി മോക്ഷ ആശ്രമം ഒന്ന് കാണണമെന്ന്. അങ്ങനെ ആ DGP എന്നെ കൊണ്ടുപോയി കാളിദാസന് അറിവ് കൊടുത്ത ക്ഷേത്രത്തിൽ പോയി, സാന്ദീപനിയുടെ ആശ്രമത്തിൽ പോയി. സാന്ദീപനിയുടെ ആശ്രമം ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സാന്ദീപനിയുടെ ആശ്രമത്തിൽ പഠിക്കാൻ വേണ്ടി ഒരു 650 കിലോമീറ്റർ വടക്ക് നിന്നാണ് ഭഗവാൻ മധുരയിൽ നിന്ന് സാന്ദീപനിയുടെ ആശ്രമത്തിൽ എത്തുന്നത്. കുചേലൻ്റെ വീട് എവിടെയാണ്? കുചേലൻ്റെ വീട് ഗുജറാത്തിലെ മഹാത്മാഗാന്ധി ജനിച്ച പോർബന്ദറിൽ നിന്നൊരു 3 കിലോമീറ്റർ വടക്കാണ് ഈ കുചേലൻ്റെ വീട്. ഞാൻ ആ കുചേലൻ്റെ വീട്ടിൽ പോയി. ഈ കുചേലന് ഭഗവാൻ കൃഷ്ണൻ പണിഞ്ഞു കൊടുത്ത ക്ഷേത്രം, ആ വീടും ആ കൃഷിസ്ഥലമൊക്കെ ഞാൻ കണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 700 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് കുചേലൻ വരുന്നത്. 2 പേരും അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് ഗുരുദക്ഷിണയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ ചേട്ടത്തിയമ്മയുടെ ഭരണത്തിൽ സഹകരിക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് ഈ കുചേലൻ ദാരിദ്ര്യത്തിലായിപ്പോയി. ഭാര്യ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഓർമ്മ വന്നത്. അങ്ങനെ കുചേലൻ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങി 110 കിലോമീറ്റർ നടക്കണം ഗാന്ധിനഗറിൻ്റെ ഈ ദ്വാരകയിലെത്താൻ. അങ്ങനെ ദ്വാരകയിലെത്തിയപ്പം ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിൽ മേളിൽ നിന്നിറങ്ങി താഴോ രാമൂർത്തി വാര്യരത് പങ്ങായിട്ട് വിവരിക്കുന്നുണ്ട്. പള്ളി മഞ്ചത്തീന്ന് വെക്കാം ഉത്ഥാനം ചെയ്ത് ഇരുപക്കം ഇവിടെ താഴെ വന്നിട്ട് രുക്മിണി നമ്പർ 1 ഭാര്യയോട് പറഞ്ഞു കുചേലനെ കാലെ കഴുകി ശുദ്ധിയാക്കാൻ. അങ്ങനെ രുക്മിണി കാലെ കഴുകി ശുദ്ധിയാക്കി കുചേലനെ കൊണ്ടുവന്നു. കുചേലൻ അവിടെ താമസിച്ച് 90 ദിവസം കൊണ്ട് കുചേലന് വീട് പണിഞ്ഞു കൊടുത്തു, കൃഷിസ്ഥലം ഉണ്ടാക്കി കൊടുത്തു. വെള്ളം കൃഷിസ്ഥലത്ത് ഒഴുകി എത്താൻ വേണ്ടി ചാലുകളിൽ പണിഞ്ഞ് സുന്ദരമായ ഒരു കുളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോഴും ഉണ്ട് അതെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഒരു ഓൾഡ് സ്റ്റുഡൻറ്റ് മറ്റൊരു ഓൾഡ് സ്റ്റുഡൻറ്റിനെ കാണുമ്പോൾ 2 പേരുടെയും പൊസിഷൻ മാറിയിട്ടുണ്ടാവും. പക്ഷേ പൂർവ്വ വിദ്യാർത്ഥിയോട് എങ്ങനെ പെരുമാറണമെന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ IPS എല്ലാം കിട്ടി പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പളായിട്ട് ചെന്നു. ആദ്യത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടി 2 കിലോമീറ്റർ സ്റ്റെപ്പ് കയറി ചെന്നപ്പോൾ എൻ്റെ കൂടെ BSc കെമിസ്ട്രിക്ക് പഠിച്ച ദാമോദരൻ ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ട് അവിടെ നിൽക്കുന്നു. ഞാൻ എന്തുകൊണ്ട് ദാമോദരൻ നീ എങ്ങനെ ഇപ്പോൾ ഒരു അയ്യോ സാറേ അലക്സാണ്ടർ എനിക്ക് വേറെ പണിയൊന്നും കിട്ടി, ഞാൻ പോലീസ് കോൺസ്റ്റബിളായിട്ട് കയറിയാണ്. ഞാനവൻ്റെ കെട്ടിപ്പിടിച്ച് സ്നേഹമൊക്കെ ഭാവിച്ചിട്ട് തിരിച്ചെൻ്റെ ക്ലാസ്സിൽ ചെന്നു. അപ്പോഴുണ്ട് ഫ്രണ്ട് റോയിലിരിക്കുന്ന ബാബു അമ്മാവൻ എന്ന് പറയുന്ന ആൾ. ഞങ്ങൾ തിരുവനന്തപുരത്ത് തമിഴ് താമസിക്കുക, ഞങ്ങളുടെ വീടിന് തൊട്ട അയലോക്കത്തായിരുന്നു ഈ മനുഷ്യനുണ്ടായിരുന്നു. എന്നെ 1-2 വയസ്സുള്ളപ്പോൾ എടുത്തുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ. അദ്ദേഹം പിന്നെ പോലീസിൽ കയറി ASI റിട്ടയർമെൻറ്റിന് ഒരു 54 വയസ്സാണ്. ഞാൻ സ്റ്റേജിൽ കയറി ഞാൻ ചാടി ഇറങ്ങി അവിടെ ചെന്നു. എൻ്റെ അമ്മാവൻ എങ്ങനെ ഇവിടെ വന്നെന്നൊക്കെ ചോദിച്ച് കെട്ടിപ്പിടിച്ചതൊക്കെ വെച്ച് തിരിച്ച് ക്ലാസ്സൊക്കെ എടുത്തു. ഞാൻ ഓഫീസിലെത്തുകയും IG വിളിച്ചു. എന്തുകൊണ്ടാ നീ അവിടെ വല്ല നാടകം കളിക്കുന്നത്? പോലീസാണ് കെട്ടിപ്പിടിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ സാറേ എൻ്റെ കൂടെ പഠിച്ച പയ്യനാണ്, ഞാനവനെ കാണുമ്പോൾ IPS ആണെന്ന് രൂപം മാറാൻ പറ്റുക. മറ്റേ ആൾ എന്നെ ചെറുപ്പത്തിൽ 1-2 വയസ്സിൽ എടുത്തോണ്ടെന്ന മനുഷ്യനാണ്. അതിലിപ്പോൾ ASI അടുത്തോളം റിട്ടയർ ചെയ്യും. അപ്പോൾ ഞാൻ IPS കിട്ടിയെന്ന് പറഞ്ഞാൽ അയാളെ ഉണ്ടെങ്കിൽ ആൾ കളിക്കാൻ പറ്റുമോ? അതൊക്കെ എൻ്റെ വീട്ടിൽ നീ യൂണിഫോം ഇട്ടുകൊണ്ട് ആളൊന്നും കളിച്ചേക്കരുത് കേട്ടാ, നാടകമൊന്നും കളിക്കരുത്. IGക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, ഒരുമിച്ച് പഠിച്ച് വളർന്നവർ 7 നിലയിലെത്തിയാലും പഴയ സുഹൃത്തിനെ പഴയ പോലെ കരുതി കാണും. അങ്ങനെ ഭഗവാൻ കൃഷ്ണ ജീവിതം നമുക്ക് അത്ഭുതങ്ങൾ പഠിക്കുന്ന ജീവിതമാണ്. മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്തതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതം. ഏറ്റവും അവസാനത്തെ അവതാരം കൽക്കി. പ്രാചീന ഭാഗവതത്തിൽ വൈദിക സംസ്കൃതത്തിൽ ആ അവതാരത്തിന് പേര് കർക്കി എന്നായിരുന്നു, കർമ്മത്തിൻ്റെ അവസാനം കുറിക്കുന്നയാൾ. പക്ഷേ ലൗകിക സംസ്കൃതം വന്നപ്പം ഒരു 2500 കൊല്ലത്തിന് മുമ്പ് ഈ അവതാരത്തിൻ്റെ പേര് മാറ്റി കർക്കി എന്നുള്ളത് കൽക്കി എന്നാക്കി. കാലത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ആൾ കൽക്കി എന്നാക്കി. അങ്ങനെ കൽക്കി വന്നിട്ട് ഈ മനുഷ്യരെ ഭരിച്ച് ലോകം നശിപ്പിക്കുന്ന പരുവാകുമ്പോൾ ദുഷ്ടാത്മാക്കളുടെ എണ്ണം കൂടുമ്പോൾ ഈ കൽക്കി അവതാരം വന്നിട്ട് ദുഷ്ടന്മാരെ നിഗ്രഹിച്ചിട്ട് ലോകത്തെ രക്ഷിക്കുകയാണ്. അപ്പോൾ കൽക്കി ലോകാവസാനത്തിന് ആളെന്നൊക്കെയാണെന്ന് ചിലർ പ്രസംഗം ചളയും. ലോകാവസാനത്തിന് ആളല്ല കൽക്കി. ദുഷ്ടന്മാരെ നിമാതനു ശേഷം ധർമ്മം ഒറ്റക്കാലിൽ നിൽക്കുന്ന കലിയുഗത്തിൽ നിന്ന് ധർമ്മം 4 കാലിൽ നിൽക്കുന്ന ഹൃദയയുഗത്തിലേക്ക് ലോകത്തെ തിരിച്ചു കൊണ്ടുപോകും. ഫ്രം ഡിസ്ട്രക്ഷൻ ടു പ്രോസ്പെരിറ്റിയാണ് കൽക്കി നമ്മളെ കൊണ്ടുപോകുന്നത്. പലരും കൽക്കിയെ മനസ്സിലാക്കാതെയാണ് ലോകം നശിപ്പിക്കാൻ വേണ്ടിയാണ് കൽക്കി വരുന്നതെന്നുള്ള പറയുന്നത്. അങ്ങനെയല്ല. അപ്പോൾ ഈ ദശാവതാരം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ പുരാണകഥ കേൾക്കുന്ന രസമാണ്. പക്ഷെ അത് നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ഓരോ അവതാരത്തിനും നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ശ്രദ്ധേയമായി
ഭാഗവതത്തിൻ്റെ അന്തർധാര അർത്ഥം മനസ്സിലാകുന്നു. അതുകൊണ്ട് പുരാണകഥയെ കേൾക്കുക, കഥയുടെ രസം മനസ്സിലാക്കുക. പക്ഷേ വാട്ട് യു ആൻഡ് മീ ആർ സപ്പോസ് ടു ഡു ഇൻ 21st സെഞ്ച്വറി ആ പാഠം പഠിക്കണം. നമ്മുടെ കുടുംബം നയിക്കുമ്പോൾ, ഭർത്താവിനെ ഇടപെടുമ്പോൾ, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഒരു കുട്ടി ആ പരീക്ഷ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഭാഗവതത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ മന്ത്രങ്ങൾ പഠിക്കണം. പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ എൻ്റെ പ്രസംഗം കഴിയുമ്പോൾ ലളിത സഹസ്രനാമം ചൊല്ലാൻ പോവാണ്. ഞങ്ങൾക്ക് ഈശ്വരനാകെ ഒരു പേരേ ഉള്ളൂ. യഹൂദന്മാർക്ക് യാവേ, ഞങ്ങൾക്ക് ജീസസ് ക്രൈസ്റ്റ്, മുസ്ലിങ്ങൾക്ക് അള്ളാഹു. ഹിന്ദുക്ക് അങ്ങനെയല്ല. പരമശിവൻ 1000 പേര്, ശിവ സഹസ്രനാമം. വിഷ്ണു ഭഗവാൻ 1000 പേര്, വിഷ്ണു സഹസ്രനാമം. ഭഗവതിക്ക് 1000 പേര്, ലളിത സഹസ്രനാമം. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 7ാം അധ്യായത്തിലാണ് ലളിത സഹസ്രനാമം വരുന്നത്. സുബ്രഹ്മണ്യ സഹസ്രനാമം, ഗണപതി സഹസ്രനാമം, അയ്യപ്പ സഹസ്രനാമം. 10 ദിവസങ്ങൾക്ക് 1000 പേരാണ്. 1000 പേരെടുത്ത് എൻ്റെ കയ്യിൽ 10 സഹസ്രനാമം ഇരിപ്പുണ്ട്. ഞാനൊരു ദിവസം ഒരു 10-15 പേരെഴുതുന്നതിൻ്റെ അർത്ഥം പഠിക്കണം. എന്തൊരർത്ഥം എന്നറിയാമോ? ഭഗവതിയുടെ 1000 പേരിൻ്റെ അർത്ഥം. ആ സഹസ്രനാമം ചൊല്ലി പഠിക്കും. നമ്മുടെ കുട്ടികൾക്ക് ഗ്രാമർ പഠിക്കാൻ അറിവ് കിട്ടും, ഭാഷ പഠിക്കാൻ അറിവ് കിട്ടും. 1000 പേരുകൾ തുടർച്ചയായി ഓർത്തിട്ട് അപാര ഓർമ്മശക്തി ഡെവലപ്പ് ചെയ്യും. അവൻ നീറ്റ് പരീക്ഷ, IAS പരീക്ഷ ഈസിയായിട്ട് പാസ്സാവും, അത്രയും മെമ്മറി ഉണ്ടാക്കുകയാണെങ്കിൽ. ആ സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന കുട്ടികളുടെ ശബ്ദ പേടകത്തിന് നല്ല ഉറപ്പും ഉണ്ടാവും, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാവും, ആ ശബ്ദത്തിന് മാധുര്യം ഉണ്ടാവും. ഏത് പാട്ടും പാടാൻ പറ്റും ആ കുട്ടിക്ക്. ആ സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് വൈവിധ്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. കമ്പാരിറ്റീവ് അനാലിറ്റിക്കൽ പവർ. ഒരു ഡോക്ടറോ IAS ഓഫീസറൊക്കെ കഴിഞ്ഞാൽ വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് ഒന്നിനോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ലളിത സഹസ്രനാമത്തിലെ ഓരോ പേരും അടുത്ത പേരും നമ്മൾ വ്യത്യാസത്തിൽ ഭഗവതിയെ നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കുമ്പോണ്ടല്ലോ നമ്മുടെ തലച്ചോറിന് വലിയ വലിയ ഉദ്യോഗങ്ങൾ വഹിക്കാനുള്ള കമ്പാരിറ്റീവ് അനാലിറ്റിക് പവർ ഡെവലപ്പ് ചെയ്യാണ്. ഇത് ഹിന്ദു മതത്തിന് മാത്രമുള്ളതാണ്. ലോകത്തിൽ ഒരു മതത്തിനും ഭഗവാനും ഭഗവതിക്കും ഒന്നിലേറെ നാമമൊന്നുമില്ല. അതുകൊണ്ട് ഇനി ഇവിടെ വരാൻ പോകുന്ന ലളിത സഹസ്രനാമത്തിലെ ഓരോ വാക്ക് കൊടുത്ത് പഠിച്ച് ഭഗവതി ആരാണെന്ന് മനസ്സിലാക്കാനുള്ള അത്ഭുതത്തിൻ്റെ നിമിഷങ്ങൾ നിങ്ങൾ വിനിയോഗപ്പെടുത്തുന്നു വിശ്വസിക്കട്ടെ. ഈ പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ വരാനും നിങ്ങളുടെ അഭിസംബോധന കഴിച്ച് ഭാഗ്യമെന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ സമർപ്പിക്കുന്നു. നമസ്കാരം. അഗാധമായ കടലിൽ നിന്നും അലക്സാണ്ടർ സാർ മുങ്ങിയെടുത്തപ്പോൾ കിട്ടിയ ഒരു മുത്ത്, അതാണ് ഇപ്പോൾ നമുക്ക് തുറന്ന് കാണിച്ചു തന്നത്. അത്രമാത്രം വീക്ഷണത്തോടുകൂടെ കാണാൻ പറ്റിയ അത്ര മുത്തുകൾ അതിനകത്തുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും. ഈ ഇരിക്കുന്ന മനുഷ്യൻ ഞാനൊരു ക്രിസ്ത്യനാണെന്നാണ് പറയുന്നത്. പല ആൾക്കാർക്കും ഒരുപക്ഷെ ലജ്ജ തോന്നിയേക്കാം, എൻ്റെ പുരാണമല്ലേ, എൻ്റെ ഹിന്ദു പുരാണമല്ലേ എന്ന്. അതെ, അത് തന്നെയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇത്ര ബഹുമാനം നമുക്ക്. നോക്കൂ, നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സദസ്സാണ്, ഇളകുന്നില്ല. അതാണ് അറിവാണ്. എല്ലാം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ സ്വരൂപിച്ചിരിക്കുന്ന അറിവാണ്. ആ അറിവ് ധാരാളം നേടിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിനർത്ഥം നമ്മളെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നതാണ്. അലക്സാണ്ടർ സാർ, താങ്കളെ ഞങ്ങൾ ഈ ഇരിക്കുന്ന ജനക്കൂട്ടം മുഴുവൻ താങ്ങുന്ന എങ്ങനെയാണ് താങ്കളെ കാണുന്നതെന്ന് ഈ ഇതിൽ നിന്ന് മനസ്സിലാവും. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ ദേഹം കാലാകാലങ്ങളോളം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖമായി സന്തോഷത്തോടുകൂടി ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം ദീർഘായുസോടുകൂടി ഇരിക്കട്ടെ എന്ന് മാത്രം. ഇവിടെ വന്നതിന് അദ്ദേഹത്തിനെ ആദരിക്കാനായി നമ്മുടെ ക്ഷേത്രം ട്രഷറർ ജീവനാഥനോട് അപേക്ഷിക്കുന്നു. അത്ര ആരോഗ്യവാനൊന്നുമല്ല നമ്മുടെ അലക്സാണ്ടർ സാർ. മുട്ടിന് താഴെ കുറച്ച് 10 മിനിറ്റിന് കൂടുതൽ നിൽക്കാൻ വയ്യ. കഴിക്കാവുന്നിടത്തോളം മരുന്ന് കഴിക്കുന്നുണ്ട്. കണ്ണ് പൂർണ്ണമായി തുറക്കാൻ പറ്റില്ല. ഇടത്ത് കണ്ണ് 70% പോള താഴോട്ട് വരും, വലത് കണ്ണ് 40% താഴോട്ട് വരും. ആ മനുഷ്യനാണ് ഇത്രയും വായിച്ച് അറിവുണ്ടാക്കുന്നത്. അത് നിലനിർത്താൻ അദ്ദേഹം ഇട്ടിരിക്കുന്ന കണ്ണടയുടെ ഉള്ളിൽ ഒരു നീണ്ടു നിൽക്കുന്ന 2 പ്ലേറ്റുകളുണ്ട്. ആ പ്ലേറ്റിലേക്ക് പോള വെച്ചിട്ടാണ് അദ്ദേഹം വായിക്കുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നത്. ആ മനുഷ്യൻ ദീർഘായുസോടുകൂടി ഇരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.